സഞ്ജു ശർമ്മ നമ്മുടെ മഹേഷ് അണ്ണൻ ഗുരുമാർഗം പ്രകാശയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹേഷ് അണ്ണൻ്റെ ഏകദേശം 2 വർഷക്കാലമായിട്ട് എന്നെയും അജിത്തിനെയും മറ്റു ഗുരുമാർഗം പ്രകാശയുടെ പല അംഗങ്ങളെയും അന്ന് പ്രവർത്തിച്ചിരുന്നു. ഇന്ന് പലരും ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിനുണ്ട്. അപ്പോൾ അതിലുള്ള പലരെയും കുറിച്ച് വ്യക്തിഹത്യ ചെയ്തും അഴിമതി ആരോപിച്ചും പല രീതിയിൽ 2 വർഷക്കാലമായിട്ട് വോയിസ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനാസ്പദമായിട്ട് കഴിഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുള്ള മറുപടിയായിട്ട്. അപ്പോൾ അതിന് കേട്ടിട്ട് അതിനെ കോട്ട് ചെയ്ത് വീണ്ടും അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് വാട്സാപ്പ് വഴി വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് അതിനെ ബോധിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഒന്ന് കേൾക്കാം. ചന്ദ്രബാബു ശരിക്കും ഹരിയുടെയും രാധയുടെയും ഏജന്റായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് വീണ്ടും ഒരു വീഡിയോ കൂടി ചന്ദ്രബാബു ഇട്ടിട്ടുണ്ട്. കല്ല് വെച്ച നുണകളാണ് അതിനകത്ത് അട്ടിയായിട്ട് അടുക്കി വയ്ക്കുന്നത് ചന്ദ്രബാബു. എന്നെ വ്യക്തിഹത്യ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ലക്ഷ്യവും ചന്ദ്രബാബുവിന് ഈ വീഡിയോ പുറത്തുവിട്ടതിലൂടെ ഇല്ല. എന്നെ വ്യക്തിഹത്യ ചെയ്യേണ്ട ഏറ്റവും വലിയ ആവശ്യം ഹരിക്കും രാധയ്ക്കുമാണ് എന്ന് മിക്കവാറും എല്ലാ ഗുരുവിശ്വാസികൾക്കും അറിയാം. അപ്പൊ ഇപ്പൊ ഹരിയും രാധയും ചന്ദ്രബാബുവിന്റെ ശത്രുക്കളല്ല. ചന്ദ്രബാബുവിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അവരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ഗുരുവാണി. അതായത് എന്നെപ്പറ്റി ഗുരു പറഞ്ഞു എന്ന് പറയുന്ന ഗുരുവാണി ആവർത്തിച്ച് പുറത്ത് വീഡിയോ രൂപത്തിലും കൂടി പുറത്ത് വിട്ടുകൊണ്ട് ചെയ്തത്. കാരണം ഈ ഗുരുവാണി ആദ്യമായിട്ട് എനിക്കെതിരെ പ്രയോഗിച്ചത് ശാന്തിഗിരി ആശ്രമത്തിനകത്ത് നിന്ന് ഹരിയാണ്. ഇപ്പൊ അതേ പ്രവൃത്തി തന്നെയാണ് ചന്ദ്രബാബുവും ചെയ്തിരിക്കുന്നത്. അന്ന് ഹരി എനിക്കെതിരെ ഇത് പ്രയോഗിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഞാനല്ല, ഈ അജിത്തും ചന്ദ്രബാബുവും കൂടിയാണ്. ഗുരുമാർഗം പ്രകാശ സഭയുടെ ലേബലിൽ അന്ന് ഈ ഗുരുവാണിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറുപടി പറഞ്ഞത് അജിത്തും ചന്ദ്രബാബുവും കൂടി ചേർന്നാണ്. അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ ഇടാമായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ ഇതിന് മറുപടി കൊടുത്തിരുന്നു എന്ന് പറയാൻ സത്യസന്ധമായിരിക്കണമല്ലോ പറയുന്ന കാര്യങ്ങൾ. പകുതി സത്യവും അതിനേക്കാൾ കൂടുതൽ കള്ളവും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കൂടി ചെയ്തിരുന്നു എന്ന് പറയുന്നതാണ്. അതാണല്ലോ ഗുരുവിന്റെ മാർഗം. ഗുരുവിന്റെ സത്യസന്ധത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ സത്യസന്ധതയുടെ തരി പോലും ഇവിടെ ഇല്ല. പിന്നെ ഗുരുവാണിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അന്നും ഇന്നും എന്നും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അന്ന് എനിക്കെതിരെ ഹരി ഈ ഗുരുവാണി പുറത്തുവിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് പറയാനുണ്ടായിരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഈ ഗുരുവാണി ആരെനിക്കെതിരെ പ്രയോഗിക്കുന്നുവോ അത് ഗുരുവിന്റെ വാക്കുകളാണ്. എനിക്കെതിരെ എന്നെ നശിപ്പിക്കാൻ വേണ്ടി, എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഈ ഗുരുവാണി ആരുപയോഗിക്കുന്നുവോ അത് അവർക്ക് തിരിച്ചടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഗുരു ഒരാളിനെ പറ്റി പറയുന്നത്, ഗുരുവിന് സ്വാതന്ത്ര്യവും അധികാരവും ഉള്ളവരെ കുറിച്ച് മാത്രമേ ഈ രീതിയിൽ ഗുരു സംസാരിക്കാറുള്ളൂ. അത് പബ്ലിക്കായിട്ടാണ്. ഗുരു എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് പറയുന്നത്. ആക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി ഗുരു ആക്ഷേപിച്ച് തന്നെ സംസാരിക്കും. അത് ചെയ്യുന്നത് ആ വ്യക്തിയിലെ ആ ദോഷം ഒഴിഞ്ഞു പോകുന്നതിനാണ്. അത് പറയാൻ ഗുരുവിന് മാത്രമേ അവകാശമുള്ളൂ. ഗുരു ആ ശിഷ്യന്റെ കർമ്മഗതി മോശമായ കർമ്മഗതിയെ ഇല്ലാതാക്കിയിട്ട് അവിടെ നന്മ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു അത് പറയുന്നത്. അത് അന്നും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇന്നും എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ഈ ഹരി എനിക്കെതിരെ ഈ ഗുരുവാണി പ്രയോഗിച്ചപ്പോൾ അതിന് എനിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് ചന്ദ്രബാബുവും അജിത്തുമായിരുന്നു. ആ വാക്കുകൾ അതുകൂടി ഇതിന്റെ കൂടെ ഇടാമായിരുന്നു. അത് ഇടാതിരുന്നത് ഒരുപക്ഷെ ഇത് ഹരിയുടെ രാധയുടെയും മാർഗം ചന്ദ്രബാബു പിന്തുടരുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം.
എന്തായാലും ഗുരുവാണിയെ കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ കുറെ കല്ല് വെച്ച നുണകളാണ് ഇതിനകത്ത് അടുക്കി അടുക്കി ചന്ദ്രബാബു വയ്ക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ വോയിസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്തു. ആർക്ക് വേണ്ടി? അമൃതാജിന്റെ ഗുരുരത്നസ്വാമിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്യുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഭയങ്കര എന്താ പറയുക, ഗുരുവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ഗുരുരത്നസ്വാമിക്ക് അമൃതാജിനിക്ക് വേണ്ടിയാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യരെ വിഡ്ഢികളാക്കാൻ പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശാന്തിരി ആശ്രമത്തിന്റെ ബൈലോകൾക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ചന്ദ്രബാബു ചിറ്റക്കട എന്ന് പറയുന്ന ഞാനാണ്. അതുപോലെ തന്നെ ജന്മഗതം കേസ് ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോർട്ടിൽ ജന്മഗതം പൊളിക്കാതിരിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ നമ്മുടെ പർണശാല നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല, ഗുരുവിൻ്റെ യഥാർത്ഥ പർണശാല അത് പൊളിച്ചതുപോലെ ഗുരുവിൻ്റെ യഥാർത്ഥ ജന്മഗൃഹം പൊളിക്കാതിരിക്കാൻ വേണ്ടി കോടതിയുടെ ഇടപെടൽ നടത്തിയിരിക്കുന്ന എൻ്റെ അച്ഛനായിരുന്നു കേസ് ഫയൽ ചെയ്തിരുന്ന അച്ഛനും അച്ഛൻ്റെ സഹോദരിയുടെ മകനും കൂടിയാണ്. പക്ഷേ ഇപ്പം നിലവിൽ അച്ഛൻ മരിച്ചതിന് ശേഷം അതിൻ്റെ വാദി ഞാനാണ്. ഇപ്പം അത് എവിഡൻസ് ട്രയലിലേക്ക് പോവുകയാണ്, എവിഡൻസ് സാക്ഷി ലിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കേസ്. അപ്പം അത് കൂടാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 18 ലക്ഷം രൂപ അമൃതാജിനിയുടെ നിർദ്ദേശപ്രകാരം ഗുരുരത്നസ്വാമിയുടെയും എന്താ പറയുക നിർമ്മലാജിനിയുടെയൊക്കെ കയ്യിൽ കൊടുത്തതിൻ്റെ ഒരു കേസ്, സാമ്പത്തിക തട്ടിപ്പ് എന്ന് വെച്ചാൽ ആത്മീയപരമായ കാര്യങ്ങൾ പറഞ്ഞ് പലിശ തരാമെന്ന് നമ്മൾ പ്രലോഭിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിലേക്ക് സ്നേഹനിധി എന്നും കാരുണ്യനിധി എന്നൊക്കെ പറയുന്ന ഗുരുനിധി എന്നൊക്കെ പറയുന്ന ആ പ്രൈവറ്റ് ബാങ്കിലേക്ക് സമ്പത്ത് മേടിച്ചിട്ട് പറ്റിച്ച കേസ്, അതും ബഹുമാനപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്തേക്കും. നിലവിൽ 3 കേസും, പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ലേബർ കേസ്, പിന്നെ അതുകൂടാതെ തന്നെ ഒരു സംഘടനയുടെ പേരിലുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അത് കൂടാതെ പോക്സോ കേസ്, അത് പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ഇവരോട് 18/6/2016 ഈ പറയുന്ന അമൃതാജിനിക്കും ഗുരുരത്നസ്വാമിക്കെതിരെ ബഹുമാനപ്പെട്ട ലോക്നാഥ് ബെഹ്റ അന്നത്തെ DGP ആയിരുന്നു, അദ്ദേഹത്തിന് പരാതി കൊടുത്തതിന് ബേസ് ചെയ്ത് ഇവർ ക്രിയേറ്റ് ചെയ്തൊരു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, എന്ന് വെച്ചാൽ ആ കേസ് എന്നെ കൊണ്ട് പിൻവലിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ഡ്രാമയാണ്. പക്ഷെ അത് പിന്നീട് കേസായി. ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് അവിടെ കോഷ് ചെയ്ത് റദ്ദ് ചെയ്തു. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് അത് റദ്ദ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ മാനനഷ്ട കേസ് 25 ലക്ഷം രൂപയുടെ മാനം ഞാൻ ഗുരുരത്നസ്വാമിക്ക് നഷ്ടപ്പെടുത്തിയെന്നും പറഞ്ഞ് ഉള്ള കേസ്, അത് ബഹുമാനപ്പെട്ട മഞ്ചേരി കോടതി കേസ് ഫയൽ ചെയ്തിട്ട് ഗുരുരത്നസ്വാമി തന്നെ ഫയൽ ചെയ്താണ്. ഞാൻ സാക്ഷ്യപ്പട്ടിക എവിഡൻസ് കൊണ്ട് ഹാജരാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു മാനവും പോയിട്ടില്ലെന്ന് പറഞ്ഞ് നിരുപാധികം പിൻവലിച്ചുകൊണ്ട് പോയി. കാരണം അത് ട്രയലിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അല്ലാതെ ഇദ്ദേഹം പറയും പോലെ എന്താ പറയുക. പിന്നെ വിവിധ ഇനം പരാതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വിവിധ പരാതികൾ അയച്ച വ്യക്തി ഞാനാണ്. ഇവർക്കെതിരെ വിവരാവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അയക്കുന്നത് ഞാനാണ്. കാരണം എനിക്ക് രേഖകൾ ആവശ്യമാണ്. അത് എൻ്റെ പേരിൽ അപ്പീലുകൾ, അതിൻ്റെ പേരിൽ വിവരാവകാശ കമ്മീഷൻ ഹിയറിങ്ങുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങളിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് പറയുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള വിഡ്ഢി എന്ന് വെച്ചാൽ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് എല്ലാവരെയും ബോധിപ്പിക്കുക. കാരണം വെച്ചാൽ ഇദ്ദേഹത്തെ ബോധിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഗുരുവാക്കാണ്. കാരണം അവൻ്റെ തെറ്റ് ഇതേവരെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇതേവരെ ചെയ്തേക്കുന്ന ഒരു തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഗുരുരത്നസ്വാമി ഗുരുവാണി പ്രയോഗിച്ചത്. ഗുരുവാണി എന്ന് പറയുന്നത് ആദ്യം ഗുരുമാർഗം പ്രകാശനം എന്ന് പറയുന്ന ചാനലായിരുന്നു. അതിനെ പേര് മാറ്റി ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്നുള്ള സംഘടന നിലവിൽ വന്നപ്പോൾ ആ പേരിലേക്ക് മാറ്റി ചെയ്തു. അപ്പോൾ ഈ ചാനലിൽ തന്നെയുള്ള 90ാമത് ഗുരുവാണിയെ അതിൻ്റെ 18.20 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ മഹേഷിനെ കുറിച്ച് പറയുന്നത്. അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2021 ഒക്ടോബർ 28-ാം തീയതിയാണ്. ആ 18 മിനിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഗുരു വളരെ ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അങ്ങനെ പറയുന്നത് അദ്ദേഹം ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ശരിയാണ്, മഹാഭാഗ്യമാണ്. ഒരു ശിഷ്യനെ ഗുരു വഴക്ക് പറയുന്നത് മഹാഭാഗ്യം. പക്ഷേ ആ ശിഷ്യൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകണം, അപ്പോഴാണ് മഹാഭാഗ്യമാണ്. അല്ലാതെ ആ തെറ്റും ചുമന്ന് പിന്നെ ചുമന്നിട്ട് നടക്കുന്നത് മഹാഭാഗ്യമല്ല, ദുർഭാഗ്യമാണ്. കാരണം ഗുരു തിരുത്താൻ പറഞ്ഞ കാര്യം തിരുത്താതെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യമാണ് ഒന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഗുരുവാക്കെടുത്തിട്ട് വേറൊരാളെടുത്ത് നേരെ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയുടെ ഇദ്ദേഹം കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞ വോയിസിലുള്ള എന്താണ്, ഗുരുവിൻ്റെ കുടുംബക്കാർക്ക് ഗുരു പറഞ്ഞേക്കുന്നത് എന്താണ്, വരുമ്പോൾ ഭക്ഷണം കൊടുത്ത് വണ്ടി കാശ് കൊടുത്ത് പറഞ്ഞു വിടാനാണ് പറഞ്ഞേക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു. തെറ്റായ കാര്യമാണ്, കല്ല് വെച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്, പച്ച കള്ളമാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ
പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് ഉപയോഗിക്കാവോ? ഗുരുവാക്കെടുത്തിട്ട് മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കാവോ? അതുകൂടാതെ തന്നെ ഇദ്ദേഹവും നമ്മുടെ ശശിചേട്ടനോട് സംസാരിച്ച ഒരു സമയത്ത് അദ്ദേഹം തന്നെ ടെലഗ്രാം വഴി പുറത്തുവിട്ട ഒരു വോയിസാണ്. കാരണം വാട്സാപ്പിൽ പ്രചരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് ലെങ്ത് കൂടി MB കൂടുതലുകൊണ്ട് അദ്ദേഹം നേരെ ടെലഗ്രാം വഴി പ്രചരിപ്പിച്ചാണ്. അതിൽ വരുന്നൊരു വാക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. എൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് എന്ത് യോഗ്യതയുള്ളതെന്നുള്ളത് നമുക്കൊന്ന് അത് കേട്ട് പറയാം. ഈ ചന്ദ്രബാബുവിനെ ഇപ്പൊ എന്തോ പറയുന്നു? ഈ ചന്ദ്രബാബുവിന് വിവരക്കേടാണ് കൈമുതൽ. ആ പിന്നെ അതിന്റെ കൂടെ ഗുണ്ടായുസവും കൊണ്ട് നടന്നയാളാ. ആ ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ചന്ദ്രബാബുവിന്റെ കയ്യിൽ ആ കൈമുതലായിട്ടൊന്നുമില്ല. ആ ചെറുക്കനെയൊക്കെ വളർത്തി വെക്കുന്ന എത്ര നാശകാരിയായിട്ടാണെന്നറിയോ? അയ്യോ കഷ്ടമാ. ആ അപ്പൊ ആ ഒരു അറിവുകേടിനെ പൂർണ്ണമായിട്ടും മുതലെടുത്തുകൊണ്ട് ഇപ്പൊ അവനെ ഒരു ചട്ടുകമായിട്ട് അല്ലെങ്കിൽ എന്താ കുട്ടിക്കുരങ്ങനായിട്ട് ഉപയോഗിക്കുന്നത് അജിത്താണ്. കേട്ടില്ലേ? എൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹം പറയും നാശകാരിയായിട്ട് വളർത്തിയത്. എന്ത് ആധികാരികതയുടെ പുറത്താണ് അദ്ദേഹം അത് പറഞ്ഞത്? എന്ത് അനുഭവത്തിന്റെ പുറത്താണ് പറഞ്ഞത്? അദ്ദേഹമല്ലേ നാശകാരിയായിട്ട് പ്രവർത്തിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. ഞാൻ എൻ്റെ വിവാഹം നടത്തിയത് ഗുരു നിർദ്ദേശപ്രകാരം. ഗുരു ശരീരത്തോട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ആശ്രമത്തിൽ തീരുമാനിക്കുന്ന വിവാഹമേ നിശ്ചയാവൂ എന്നുവെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ്റെ 41 എല്ലാ കുടുംബാംഗങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഗുരു എന്നോട് മാത്രമല്ല പറഞ്ഞത്, പക്ഷെ എന്നെ ചൂണ്ടിയാണ് പറഞ്ഞത്. എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ട് ഞാനാണെന്ന് മുൻപന്തി നിന്നത്. ഗുരുവിനോട് എന്ത് കാര്യവും എന്താ പറയുക എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതാണ്. വഴക്കും പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം അത് ചോദിക്കുന്ന കാര്യങ്ങളെ അനുസരിച്ചായിരിക്കും ഗുരു വഴക്ക് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഗുരു പറയുന്ന വഴക്കാണെങ്കിലും എന്താണെങ്കിലും നീ സ്നേഹരൂപേണ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ കാര്യങ്ങളൊന്നും വിവാഹങ്ങളൊന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കുട്ടികൾ എല്ലാവരും ഞാൻ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പാടുന്നു. അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമോ സൗന്ദര്യമോ ഒന്നും നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് ഗുരു നിർദ്ദേശപ്രകാരമായിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിവാഹം നടന്നത് ആശ്രമത്തിൽ വെച്ചാണ്. എൻ്റെ 2 കുട്ടികളുടെ പേരിട്ടത് ആശ്രമത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ചോറൂണ് കൊടുത്തത് ആശ്രമത്തിൽ വെച്ചാണ്. എഴുത്തിനിരുത്തിയത് നൂല് കെട്ടി എല്ലാ സകലവിധ കാര്യങ്ങളും ആശ്രമത്തിൽ വെച്ചാണ്. ഈ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ മാറി നിന്നും പറഞ്ഞ് ഗുരുവിശ്വാസം നിന്ന് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ചാണ് എല്ലാം നടത്തിയത്. അപ്പം ഇദ്ദേഹം ചെയ്തതെന്താണ്? ഇദ്ദേഹം ആ എറണാകുളത്ത് വെച്ചുണ്ടായ പെണ്ണ് കേസിൽ ഇദ്ദേഹം ഗുരുവിനോട് വഴക്കിട്ട് പോയിട്ട് അതിനെ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്കിട്ട് പോയിട്ട് നേരെ പോയിട്ട് ഒരു വിവാഹം കഴിച്ച അദ്ദേഹം. വിദ്യാഭ്യാസം ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ നിർത്തിയില്ലെന്ന് പറഞ്ഞ് പോയി. എന്നിട്ടും വഴക്കിട്ട് നിന്നു ഗുരുവിനോട്. അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹം ഒരു ഇസ്ലാം മത പ്രകാരമുള്ള ചേച്ചീനെയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുട്ടിയുണ്ടായപ്പോൾ അദ്ദേഹം പേരിടാൻ എൻ്റെ ആ സമകാലികരായിട്ടുള്ള അറിവിൽ നിന്ന് പറയുകയാണ് ഞാൻ. അന്നത്തെ ആ സമകാലികരായിട്ട് ഇദ്ദേഹത്തിനോടൊപ്പം ഇദ്ദേഹം പേരിടിക്കാൻ വന്നപ്പോൾ ഗുരു ഒരു പേര് പറഞ്ഞു കൊടുത്തു. ജമീല എന്ന് പറയുന്ന ഒരു പേരാണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ പേര് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് ഇടാതെ വേറെ പേര് വിളിച്ചു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഗുരു നിന്ന് കാണിച്ചത്? ഞാനാണോ നാശകാരിയായിട്ട് എൻ്റെ കൊച്ചിനെ വളർത്തിയത്? ആണോ? മോശമല്ലേ ഇതൊക്കെ പറയുന്നത്? ഒരു കൊച്ചിനെ കുറിച്ചല്ലേ പറയുന്നത്? ബുദ്ധിയും വിവരവും ഇദ്ദേഹത്തിനുണ്ട്. ഇത്ര പ്രായമൊക്കെ ആയി ഇങ്ങനെയൊക്കെ പറയാവോ? ആരുടെ കൊച്ചിനെ കുറിച്ച് ആയിക്കോട്ടെ, ഇത്രയ്ക്ക് മോശമായിട്ടൊക്കെ സംസാരിക്കാവോ? എന്നിട്ട് അതെടുത്ത് പബ്ലിക് ഡൊമൈൻ ഇടുക. വളരെ മോശമാണ് മഹേഷണ് വളരെ തരം താഴ്ന്ന പ്രവണതയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ എൻ്റെ മകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നോട് ചോദിച്ചു, പക്ഷേ ഇദ്ദേഹം ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്താണ് ഈ മാമൻ? ഞാൻ എന്ത് നാശകാരിയായിട്ടാണ് കാണിച്ചേക്കണെന്ന് എൻ്റെ മകൻ എന്നോട് ചോദിച്ചു. ഇതിന് മറുപടി പറഞ്ഞാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ മാമൻ്റെ വിവരക്കേടാണ് മോനെ. ആ മാമന് എന്ന് വെച്ചാൽ ഈ വിരോധം തോന്നിയാൽ ആരെക്കുറിച്ച് എന്തും പറയുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. മനസ്സിലായി? അത്ര എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ തോന്നിയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വോയിസ് കേൾക്കാം. എനിക്ക് അച്ഛൻ തന്ന കാശ് ഉപയോഗിച്ച് ഞാൻ ഒരു പുരസ്കാരം ഗുരുവിൻ്റെ ആശയങ്ങൾ നന്നായി വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും പുറത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കണം. അത് ശാന്തിഗിരിയിൽ സിനിമാ താരങ്ങൾക്ക് കൊടുക്കുന്നതിന് ബദലായിട്ടൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ അത് അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരുടെ സ്മരണയ്ക്കായിട്ട് അത് ഏർപ്പെടുത്തണം എന്ന്
പറഞ്ഞത് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് തെറ്റാണെങ്കിൽ അത് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്ന ആളാണ് നേതാജി. രാജേഷ് നേതാജി മാത്രമാണ് ആ തീരുമാനത്തെ എതിർത്തപ്പോഴും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനേക്കാൾ ശക്തിയായിട്ട് ഈ അജിത്തും ഒക്കെ മറുപടി പറഞ്ഞു. ഇവർ രണ്ടുപേരും തന്നെയാണ്, അജിത്തും ചന്ദ്രബാബുവും തന്നെയാണ് അത് എടുത്ത തീരുമാനം, അതേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എനിക്ക് പിന്തുണ നൽകിയത്. എന്നിട്ടാണ് ഇപ്പം അതിൽ നിന്ന് മാറി നിന്ന് എന്നെ അതിൻ്റെ പേരിൽ കുറ്റാരോപിതനാക്കുന്ന ഒരു രീതി ചന്ദ്രബാബു എടുത്തത്. ചന്ദ്രബാബുവിൻ്റെ ആ സത്യസന്ധത ഇല്ലായ്മയും വ്യക്തിത്വമില്ലായ്മയാണ് പ്രകടമാക്കുന്നത്. ഇതിൽ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും കുറിച്ചുള്ള ആ ഒരു പുരസ്കാരം കൊടുക്കുന്ന എക്സിക്യൂട്ടീവിലൊക്കെ സംസാരിച്ചെന്നുള്ളത് പരമ കള്ളമാണ്, പച്ച കള്ളമാണ്. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ആൻഡ്രൂ സാറ് ഈ സംഘടനക്ക് ഒരു ഓഫീസ് വേണമെന്നും അതിനോടനുബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ബിസിനസ് സംരംഭം വേണമെന്നും പറഞ്ഞ് അതിനൊരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി പോത്തങ്കോട് ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ പങ്കെടുത്തവരെന്ന് പറഞ്ഞാൽ മഹേഷണം പങ്കെടുത്തു, ഞാനും എൻ്റെ ഭാര്യയും പങ്കെടുത്തു, അതുകൂടാതെ അജിത്തിൻ്റെ ഭാര്യയായ അംബാലയും പങ്കെടുത്തു, ജ്യോതികുമാർ പങ്കെടുത്തു, മണികണ്ഠൻ ചേട്ടൻ പങ്കെടുത്തു, ബോംബെ അശ്വൻ ചേട്ടൻ പങ്കെടുത്തു, ബീന ചേച്ചി ഡോക്ടർ ബീന ശങ്കരാണ്. ഇത്രയും പേര് പങ്കെടുത്തൊരു മീറ്റിങ്ങിലാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത്. അപ്പം ഞങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് എൻ്റെ അച്ഛൻ തന്നൊരു പണമുണ്ട് അമ്മയുടെ പേരിലൊന്നും, അതെൻ്റെ വീട്ടാവശ്യത്തിന് പോലും ഞാൻ ഉപയോഗിക്കില്ല, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഭാര്യ എടുക്കരുതെന്ന് പറഞ്ഞു, വീട് പണി നടക്കുമ്പോൾ പോലും എടുക്കരുതെന്ന് പറഞ്ഞ പൈസയാണ് 1,00,000 രൂപ വേണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് സംഘടന അക്കൗണ്ടിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് അതെല്ലാ വർഷവും ഉത്തമരായ ഗുരുവിശ്വാസികൾക്ക് നമുക്കൊരു അവാർഡ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഗുരുപ്രഭ പുരസ്കാരം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെയും ആരുടെയും വകയായിട്ട് ഒരു കാര്യവും കൊടുക്കാൻ ഗുരു സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ഗുരു ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വകകളെക്കുറിച്ച് ഗുരു വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതുകൊണ്ട് ഗുരു ഒരാളുടെ ഒരു പേരെഴുതി വെക്കുന്ന ഒരു സംഭവം, ഒരു ഫാനായാലും കൊള്ളാം, ഒരു കസേരയായാലും കൊള്ളാം, ഒരു സ്പൂണായാലും കൊള്ളാം, ഏത് ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ഗുരു അങ്ങനെ ഒരാളുടെയും വകയായിട്ട് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വകയായിരിക്കണം, ലോകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിട്ടാണ് ഗുരു എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി ഇദ്ദേഹം ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഗുരുപ്രഭ പുരസ്കാരം കുഴപ്പമില്ല, പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്ത് ശശികണ്ണനെ വിളിച്ച് പറഞ്ഞു, ഇത്ര അറിയാൻ പാടില്ല എല്ലാവരും. ഇദ്ദേഹം ആദിസങ്കല്പ ലയന ദിനം മേട 23 കന്യാകുമാരിയിൽ ആചരിക്കുന്ന ആ സമയത്താണ് ഇത് കൊടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇറങ്ങിയാൽ ഒരു ടെസ്റ്റ്, കാരണം നോട്ടീസിൻ്റെ ഒരു ടെസ്റ്റ് ഇദ്ദേഹം അടിച്ചിറക്കിയപ്പോൾ അതിൽ അംബുജാക്ഷി സ്മാരക പ്രഥമ ഗുരുപ്രഭ പുരസ്കാരം എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അത് രാജേഷ് നേതാജി മാത്രമല്ല, പരമ്പരയിലെ ഒട്ടുമിക്ക ആൾക്കാരും, ആ ഗുരുമാർഗ പ്രകാശത്തിൽ ഉണ്ടായിരുന്ന അംഗങ്ങളും അതിനനുഭാവികളായ ആൾക്കാർ പലരും എതിർത്തു. ഇദ്ദേഹം കാണിക്കുന്നത് വിവരമില്ലായ്മയാണെന്ന് പറഞ്ഞു. പക്ഷേ നേതാജി പ്രതികരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് രൂക്ഷമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന്, ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് വോയിസ് അയച്ചു. ആ വോയിസ് കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ അതിലിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിലനിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഗതികേടുണ്ടായി. ആ ഗതികേട് പ്രകാരമാണ് പിന്നീട് എന്താ പറ്റിയത്, പിന്നീട് അദ്ദേഹം സംഘടനയെ അദ്ദേഹത്തിൻ്റെ പരിധിയിലേക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യത്തിലേക്കാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെനിക്ക് വൈദ്യനൊന്നും യോജിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. പക്ഷേ ഞങ്ങൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രായം, ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വോയിസ് വരുന്നതും ഇദ്ദേഹം പിന്നീട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വോയിസ് ഞങ്ങൾ ബോധപൂർവം പുറത്തുവിട്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നൽ വരികയും, ഏതാണ് ഗുരുവാണി. പിന്നീട് ഇദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെയോ. അപ്പോൾ ഇദ്ദേഹം ധരിക്കുകയാണ് ഞങ്ങളാണിത് ബോധപൂർവം ഈ ഗുരുവാണി പുറത്തുവിട്ടത് പുള്ളിക്കെതിരെ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ന് വിചാരിച്ച് പുള്ളിക്ക് വിരോധം ക്രിയേറ്റായി മനസ്സിൽ. അതിൽ ജനസേവക സ്വാമിയോടും വിരോധം ക്രിയേറ്റ് ആകുന്ന വെച്ചാൽ ആ ഗുരുവാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗുരുവിനോടൊത്തിരുന്ന് സംസാരിക്കുന്നത് ജനസേവക സ്വാമിയുണ്ട്. അപ്പം പിന്നെ ജനസേവക സ്വാമി എന്ത് പറഞ്ഞാലും ഒരു വിരോധമാകുന്ന രീതിയിലേക്ക് ഇദ്ദേഹത്തിന് വന്നു. അപ്പം ഞങ്ങളെ പുറത്താക്കി, എന്നെ അജിത്തിനെയും ബോധപൂർവം ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ
ഇത് പുറത്തുവിട്ട ഞങ്ങളാണ്, അതുകൊണ്ട് ഇവന്മാർ ഹരിയുടെ ഏജന്റാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് ഇദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. അതാണ് ഈ സാമ്പത്തികത്തിൻ്റെയൊക്കെ എല്ലാ തുടക്കം. ഒന്ന്. രണ്ടാമത്തെ, ഈ കന്യാകുമാരി എന്ന് പറഞ്ഞ ബില്ല് ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ അജിത്ത് തന്നെയാണ് ഓഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അല്ല, ഇദ്ദേഹമല്ല, അജിത്ത് തന്നെ അജിത്തിന് പറ്റത്തില്ല ഇതൊന്ന് ചേച്ചി ഓഡിറ്റ് ചെയ്ത്. കാരണം അന്ന് അവർ KSF നിന്ന് ഇറങ്ങുകയാണ്, റിട്ടയർഡായി, എന്നുവെച്ചാൽ മഹേഷൻ്റെ വൈഫ്. അപ്പോൾ ആ സമയം ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചി തന്നെ ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ആ ചേച്ചിയുടെ പേരിൽ വന്ന അവിടെ ഒരു സാമ്പത്തികപരമായ എന്തോ ഒരു വിഷയത്തിൽ ചേച്ചിയുടെ ഈ ഫണ്ട് തടഞ്ഞു വെച്ചു, ഈ റിട്ടയർഡ് ആകുമ്പോൾ കിട്ടുന്ന പൈസ. കാരണം അവിടെ എന്തോ ഒരു ക്രമക്കേടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി കേസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം അഡ്വക്കേറ്റായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ വിരോധം ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളായി. ഇതൊന്നും അല്ല വിരോധം യഥാർത്ഥത്തിൽ. അപ്പോൾ അടുത്ത ഓഡിയോയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇദ്ദേഹം പറയും പോലെ ഇത് ഗുരുപ്രഭ പുരസ്കാരം ആർക്കും എതിർപ്പില്ലാതിരുന്നില്ല. ഗുരുപ്രഭ പുരസ്കാരത്തിനെ കുറിച്ച് കുഴപ്പമില്ല. പക്ഷെ അംബുജാക്ഷി സുകുമാരൻ എന്ന് പറഞ്ഞ വാക്ക് വന്നത് അത് ഗുരുമാർഗം പ്രകാശ സഭയിലെ ആദ്യത്തെ ഒരു കലാപത്തിന് കാരണമായി. അതാണ് തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പയ്യെ എല്ലാ കാര്യങ്ങളും ഒരു പൊട്ടിത്തെറിയിലേക്ക് വന്നു. അപ്പോൾ അടുത്ത വോയിസ് നമുക്ക് കേൾക്കാം. ഇനി ഇവർക്ക് എന്നോട് ശത്രുത തോന്നാം. കാരണം അവരുടെ ഈ വരുമാന മാർഗം ഗുരുവിശ്വാസികളെ പിരിച്ച് ഉണ്ടാക്കുന്ന വരുമാന മാർഗം അടച്ചത് ഞാനാണ്. അതുകൊണ്ട് അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. കാരണം വിശ്വാസികളോട് ഈ പണം ഇങ്ങനെ വിശ്വാസികളെ വഞ്ചിച്ച് പണം പിരിക്കുന്നതിനെ അന്ന് മുതൽ എതിർക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവരുടെ സാമ്പത്തിക തിരിമറികൾ പുറത്തു കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. അത് ഒരുപക്ഷെ ഗുരുമാർഗം പ്രകാശ സഭയുടെ കണക്ക് ഒരു വർഷമായിട്ടും അവതരിപ്പിക്കാനുള്ള വ്യക്തി, അതിൻ്റെ ഖജാൻജിയായിരുന്ന അജിത്തിന് അത് ഒരു വർഷം കഴിഞ്ഞിട്ടും അത് അവതരിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കണക്ക് വാങ്ങി ഞാൻ അത് എൻ്റെ ഭാര്യയെ കൊണ്ട് അത് അവതരിപ്പിക്കാവുന്ന രീതിയിൽ കണക്ക് ആക്കിയെടുത്തതിലൂടെയാണ് ഇവരുടെ കള്ളത്തരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ബാങ്കിൽ നിന്ന് 50,000, 60,000 എന്ന വലിയ തുകകൾ പിൻവലിക്കുകയും പിൻവലിച്ചതിന് ആനുപാതികമായി ചെലവുണ്ടാകാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഇനി അങ്ങനെ വേണ്ട, ഇനി 10,000 രൂപയെ കൂടുതൽ എടുക്കരുത്. 10,000 രൂപ തീർന്നതിന് ശേഷം, ചെലവാക്കി തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത 10,000 എടുക്കാവൂ. അതിൻ്റെ കണക്കെഴുതാനായിട്ട് പ്രത്യേകിച്ചൊരു ബുക്ക് വയ്ക്കണം എന്നും പെട്രോൾ അമിതമായി വണ്ടികളിൽ അടിക്കുന്ന ആ സ്വഭാവം ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നും പറഞ്ഞതാണ് ആദ്യമായിട്ട് ചന്ദ്രബാബുവിനും അജിത്തിനും. ആ കണക്ക് ഞാൻ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് അവർ തന്നെയാണ്. അജിത്ത് അത് കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഞാനത് നോക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ നോക്കിയത് കൊണ്ടാണ് ഈ കള്ളത്തരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇദ്ദേഹം ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരുമാന മാർഗം മുടക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ എനിക്കും അയത്തിനും ഓണറേറിയം പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളെ ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരാക്കാനാണ് നോക്കിയത്. മനസ്സിലായത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇദ്ദേഹം ശമ്പളം തരും. ഇദ്ദേഹം സംഘടനയിൽ നിന്ന് ശമ്പളം തരുമ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ട് ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഏകാധിപതിയായിട്ട് പുള്ളി ഇരിക്കും, പുള്ളിയുടെ കൂടെ കുറച്ച് സാറുമാരുണ്ടാവും, അവർ പറയും, ഞങ്ങൾ അനുസരിക്കും. അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ആൾക്കാരാണ്. ഒരു സംഘടനയിൽ കണക്കും കാര്യങ്ങളൊന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കണക്കിനെ ചിട്ടപ്പെടുത്തി എടുക്കുന്നതിൻ്റെ ഒരു കാലതാമസം വെച്ചാൽ ഇവിടെ കണക്കെഴുതുന്നതും ഇപ്പോൾ അജിത്ത് ട്രഷറാണെന്ന് പേര് മാത്രമേ ഉള്ളൂ. രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങും. വൈദ്യൻ്റെ വണ്ടിയും മഹേഷൻ്റെ വണ്ടിയും എൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ ഇറങ്ങുമ്പോൾ ആ വണ്ടികളിൽ പെട്രോൾ അടിച്ചതും ഡീസൽ അടിച്ചതും ഒക്കെ ഉള്ളതാണ്. മഹേഷൻ്റെ വണ്ടിക്ക് തന്നെ ഡീസലും പെട്രോൾ ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ ചിലവ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞൊരു കള്ളക്കണക്കും കാര്യങ്ങൾ ആണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ഒരു ധാരണയിൽ ഇദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ കൈകാര്യം ചെയ്യാൻ ആദ്യ സമയത്തെന്ന് പറഞ്ഞാൽ ഓരോ യാത്രകൾ ചെയ്യേണ്ടി വന്ന കേസിൻ്റെ കാര്യത്തിനായുള്ള മറ്റുള്ള കാര്യത്തിനായുള്ള അജിത്തിനെ കൊണ്ടത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതെല്ലാം കറക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ കൊണ്ട് അനാവശ്യമായ ആരോപണം ഉന്നയിപ്പിച്ചു ഇതിലെതിരെ. അങ്ങനെ അവർ അജിത്തും മഹേഷണ്ണൻ്റെ വൈഫുമായിട്ട് വഴക്കായി. അവർ വീട്ടിൽ കിടന്നു. വഴക്കായപ്പോൾ ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് ചെയ്ത് എന്നുവെച്ചാൽ അജിത്തിൻ്റെ കയ്യിൽ നിന്ന്
കാശ് ചിലവായതിൻ്റെ ചിലയിടത്ത് എന്ന് വെച്ചാൽ അയത്ത് വിട്ടുപോയി, അയത്തിന് മറവിയുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളുള്ളതുകൊണ്ട് അയത്ത് വിട്ടുപോയപ്പോൾ എന്നെയും വിളിച്ചിട്ട് പോയിട്ട് ആ കാശെല്ലാം കറക്റ്റ് ചെയ്യിച്ചു. എന്നുവെച്ചാൽ കണക്കുണ്ട്, പക്ഷെ അത് ആർക്ക് എങ്ങനെ കൊടുത്താണെന്നുള്ള, എന്തിനു വേണ്ടിയാണെന്നുള്ള ചില കാര്യങ്ങൾ അയത്ത് വിട്ടുപോയി. ഒന്ന് രണ്ട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതിനെ ആസ്പദമാക്കി അതിനെ ചോദ്യം ചെയ്ത് പിന്നെ കന്യാകുമാരിയുടെ ആദ്യസങ്കല്പ ലയനത്തിന് നടന്നപ്പോൾ അതിൻ്റെ ബില്ല് കിട്ടിയില്ലെന്ന് പറഞ്ഞു ഒക്കെ ഇവർ വെറുതെ കുഴപ്പങ്ങളുണ്ടാക്കി മഹേഷണ്ണൻ. അത് കേട്ടിട്ട് മഹേഷണ്ണന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമായിട്ടും അദ്ദേഹം മിണ്ടിയില്ല. കാരണം വെച്ചാൽ അവിടെ കന്യാകുമാരിലെന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ അവിടെയുള്ള ആൾക്കാരാണ്. സതീണ്ണനായാലും കൊള്ളാം, പിന്നെ നമ്മുടെ ആനന്ദണ്ണായാലും കൊള്ളാം, ബാലകൃഷ്ണ ആയാലും കൊള്ളാം, സുധീർ സാറായാലും കൊള്ളാം, അങ്ങനെ കുറച്ച് പേരാണ് ഇതെല്ലാം വേണ്ടി പ്രവർത്തിച്ചത്. നമ്മളൊക്കെ ഈ തലേദിവസം പോവുകയാണ് ചെയ്തത് ഈ പരിപാടിക്ക് വേണ്ടി. പക്ഷെ അവർ അവിടെ പ്രവർത്തിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ബില്ല് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി പറഞ്ഞു എല്ലാത്തിനും ബില്ല് വേണം, കൃത്യമായിട്ട് ബില്ല് വേണം. അപ്പം അവരതെല്ലാം സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ്, പക്ഷേ അപ്പോഴത്തേക്കും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിരത്തിയായോ അതിനെ വഷളായിക്കളും. ഒരു ജനറൽ സെക്രട്ടറിയുടെ പദവിയിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അതിനെ മോശമായി കളഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഉരുവാണി പുറത്തുവിട്ടെല്ലാം വൈരാഗ്യം ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടും പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അതും അദ്ദേഹത്തിന് വിരോധം ഉണ്ടാകാൻ കാര്യമുണ്ട്. കാരണം എറണാകുളത്ത് നിന്ന് ഇദ്ദേഹം പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഈ അജിത്തിൻ്റെ അമ്മായിയപ്പൻ ഇദ്ദേഹം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് ഞങ്ങളും കൂടി ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ഈ പ്രേമചന്ദ്രൻ വൈദ്യർ എന്ന് പറയും, ആ അദ്ദേഹം നമ്മളോട് പറയുമ്പോൾ അദ്ദേഹത്തിനോട് വിരോധം തോന്നും. കാരണം ഈ വിവരക്കേടൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്താ പറയുക, പറഞ്ഞ തെറ്റാണെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. പക്ഷെ അന്നേരം അദ്ദേഹത്തിന് മുമ്പ് ഒഴിച്ചത് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ മഹേഷണ്ണൻ്റെ ആ ഒരു സ്ത്രീ വിഷയമാണ് എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രകാരമാണ് അടിയുണ്ടായി, പിന്നെ അവിടെ നിന്ന് വഴക്കിട്ട് പോയത് ആശ്രമത്തിൽ നിന്ന്. അപ്പം അതിനെ ആസ്പദമാക്കിയുള്ളൊരു കാര്യത്തിലാണ് ഈ ഇദ്ദേഹത്തിന് അതും ഒരു വിരോധത്തിന് കാരണമായി. ആരാട്? അജിത്തിനോട് മാത്രമല്ല, ഈ പറഞ്ഞ അജിത്തിൻ്റെ അമ്മായിയപ്പനോടും വിരോധമായി, പ്രേമേന്ദ്രൻ വൈദ്യരോടും. അതിന് അദ്ദേഹത്തിന് കനത്ത വില നൽകേണ്ടി വന്നു പിന്നീട്. അത് ഞാൻ പിന്നെ പറയാം, വേറെ കാര്യത്തിൽ പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ പറയും. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് തോന്നി ഞങ്ങൾ ഇതിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ വന്നു. അഥവാ നിൽക്കണേ തന്നെ പുള്ളിയുടെ ഈ മഹേഷണ്ണൻ്റെ ചട്ടക്കൂടിലായിരിക്കണം ഞാനുമായിട്ടും പ്രവർത്തിക്കേണ്ടതെന്നുള്ള സ്ഥലം വന്നപ്പോൾ നമ്മളതിനെ എതിർത്ത്. പിന്നെ വേറെ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ മോശമായ സമീപനമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പലരെയും പറഞ്ഞു വിടുന്ന കാര്യത്തിലായാലും കൊള്ളും, ഇതിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലായാലും കൊള്ളും. ഇദ്ദേഹം ഇതിൽ പറഞ്ഞ 50,000 60,000 ഒക്കെ എടുത്ത് ചിലവാക്കിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇദ്ദേഹം അറിയാതെ എങ്ങനെയാണ് ആ ചെക്കിൽ ഒപ്പിടാൻ പറ്റുന്നത്? ഇദ്ദേഹം എന്ത് വിശ്വസിച്ച ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു, അതിന് കൂടുതൽ ചെയ്യുമോ ഇദ്ദേഹം? ഒന്ന് ആലോചിച്ച് നോക്കും. അയിത്തും മഹേഷണ്ണുമാണ് ആ ചെക്കിലൊക്കെ ഒപ്പിടേണ്ടത്, ജനറൽ സെക്രട്ടറി ട്രഷറർ. ഈ ചെക്ക് ഒരുപാട് ഒപ്പിട്ട് കയ്യിൽ തന്നതെന്ന് പറഞ്ഞാൽ അത് മറ്റൊരവസരത്തിലാണ്. ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന 10 ചെക്കുകൾ ഇദ്ദേഹം ഒപ്പിട്ട് കയ്യിൽ തരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞ ശശികണ്ഠൻ പറഞ്ഞ ശശികണ്ഠന് അസുഖമാണ്, ജന്മജയന്തി 2022 ജയന്തി ചന്ദ്രന് വെച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ശശികണ്ഠനെ വിളിച്ചപ്പോൾ ശശികണ്ഠന് വയ്യ, മഹേഷണ്ണനെ വിളിച്ചപ്പോൾ പറഞ്ഞ് വൈഫിന് മുട്ടുവേദനയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ അത് അപ്പോൾ അതിന് വേണ്ടിയാണ് 10 ചെക്ക് ഒപ്പിട്ട് വന്നത്. ആ 10 ചെക്കും കൃത്യമായിട്ട് കൊടുക്കുകയും അതിൽ ക്യാൻസൽ ചെയ്തത് ക്യാൻസലായിട്ട് കാണിക്കുകയും അവിടുത്തെ കണക്കുകളെല്ലാം കൃത്യമാണ്, ബില്ലുകളെല്ലാം കൃത്യമാണ്. ഇദ്ദേഹം അനാവശ്യമായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇതെല്ലാം പച്ചക്കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഗുരുവാണീനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ തെറ്റ് ഇദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമുക്ക് അടുത്ത വോയിസ് ചെയ്തു. ഫർണിച്ചർ വാങ്ങി ഏതാണ്ട് 45-40 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയിട്ട് 26,000 രൂപയ്ക്കൊരു ബില്ല് വാങ്ങി കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും പൈസ, ഞാൻ ഈ ഫർണിച്ചർ വാങ്ങുന്ന കാര്യം എന്നോട് സംസാരിച്ചില്ല, ഫർണിച്ചർ നോക്കാൻ പോയ കാര്യം എന്നോട് സംസാരിച്ചില്ല. ഞാൻ അറിയാതെ പോയി ഫർണിച്ചർ വാങ്ങുകയായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അറിയാതെ അത് ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ അറിയാതെ പോയി ഫർണിച്ചർ വാങ്ങി, അത് 45,000 രൂപയായി എന്ന് പറഞ്ഞു. പക്ഷെ ബില്ല് 26,000 രൂപയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല, 45,000 രൂപ എത്ര രൂപയാണോ കൊടുത്തത് അത്രയും രൂപയ്ക്കുള്ള ബില്ല് തന്നെ വാങ്ങിയേ പറ്റൂ
എന്ന് പറഞ്ഞു. അത് അവർ തരുന്നില്ല, ബില്ല് കടക്കാരൻ തരുന്നില്ല, ശാന്തിഗിരി എന്ന അയാളെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ബില്ല് ഇത്രേ തരുള്ളെന്ന് പറഞ്ഞു. ഇത് ഒരു ന്യായവുമില്ലാത്ത, നമുക്ക് ആർക്കും കൊള്ളാൻ കഴിയാത്ത ഒരു ന്യായവാദമാണ് പറഞ്ഞത് ബില്ല് തരുന്നില്ല എന്നുള്ളതിന് ന്യായീകരിക്കാനായിട്ട്. ഇതൊക്കെ ഡോക്ടർ ബീനയ്ക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് പറ്റില്ല, അങ്ങനെ ആണെങ്കിൽ ഞാൻ കൂടി വരാം, നിങ്ങൾ സാധനം വാങ്ങിയ കടയിൽ ഞാനും കൂടി വരാം, ഞാനും കൂടി വന്നിട്ട് ബില്ല് തരണം, നമ്മുടെ സംഘടനയാണ്, സംഘടനയ്ക്ക് കൃത്യമായിട്ട് കണക്ക് വയ്ക്കണം, അതുകൊണ്ട് ബില്ല് തരണം എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് അവർ ആ കടയിൽ എന്നോടൊപ്പം വരാനോ ആ കട കാണിച്ചു തരാനോ അവർ തയ്യാറായില്ല. അപ്പോൾ ഇത് ഒരു വെട്ടിപ്പാണ് എന്ന് എനിക്ക് അതിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടു. ഇതിൽ ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ പൂലന്തറ ജംഗ്ഷനിൽ ഓഫീസ് തുറന്നപ്പോൾ ആ ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ടേബിള്, ചെയറുകൾ, മറ്റുള്ള ഒട്ടനവധി മീറ്റിംഗ് കൂടാൻ പറ്റിയ സംവിധാനവും ഓഫീസിനും കണക്കാക്കിയുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ആ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഓഫീസിൽ പെയിൻ്റ് അടി എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വൃത്തിയാക്കലെല്ലാം. അപ്പോൾ ആ കടക്കാർ അത് കയറ്റി വിടാമെന്ന് പറഞ്ഞു. അന്നൊരു സാധനം ഇല്ല, അപ്പോൾ അവർക്ക് 25,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ പറഞ്ഞ് മാക്സിമം സാധനങ്ങൾക്ക് റേറ്റ് കുറച്ച് തന്നെ, നമ്മൾ പിന്നെ എന്താ പറയുക സംഘടനയാണ്, അപ്പോൾ നമ്മൾക്ക് അധികം സാമ്പത്തികം ഇല്ല, അപ്പോൾ സാമ്പത്തികം പലരെയും തരുന്ന കാശാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാം മാക്സിമം കുറച്ച് നമുക്ക് തരാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ മാക്സിമം കുറച്ച് തരാം, പക്ഷേ ബില്ല് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തരുവുള്ളെന്ന് പറഞ്ഞു. ഇങ്ങനൊരു വാക്ക് പുള്ളി പറഞ്ഞു വെച്ചു. അതിലൊരു അപകടം നമുക്ക് മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ കുറഞ്ഞ ബില്ല് വരുമ്പോൾ കുറഞ്ഞ പൈസ കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 45,000 രൂപയുടെ സാധനം ഞാൻ തരുന്നെങ്കിൽ, അപ്പോൾ തരുന്നതെന്ന് വെച്ചാൽ 28,000 രൂപയുടെ ബില്ലേ തരുവുള്ളൂ. പിന്നെ എന്താ പറയുക, അതിൽ നമ്മൾ കൊടുക്കേണ്ടത് 34,400 രൂപ എന്ന് വെച്ചാൽ അത്രയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം അത് മനസ്സിലായില്ല. പക്ഷേ നമ്മളിവിടെ വന്ന് ഈ ചെയറെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ആ ബില്ലും ഇവിടെ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പോൾ ഒരു റെസീപ്റ്റും പുള്ളി തന്നു, ബില്ല് കൂടാതെ അവിടെ അടക്കേണ്ട പൈസ. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ആ തുണ്ടായിട്ട് അദ്ദേഹം എഴുതി തന്നു. ആ തുണ്ടിൽ പെയ്ഡ് 34,000 രൂപ, 34,400 എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ട പൈസ. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 25,000 രൂപയും 9,400 രൂപ പുള്ളി കൊടുക്കണം. പക്ഷെ പുള്ളി തന്നിരിക്കുന്ന ബില്ല് ഇപ്പം ഈ കാണുന്നതാണ് പുള്ളി തന്നിരിക്കുന്ന ബില്ല്. ആ ബില്ലിലെന്ന് പറഞ്ഞാൽ 28,400 രൂപയാണ് പുള്ളി ബില്ല് തന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ എനിക്ക് അത്രേ തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് മഹേഷണ്ണടക്കം പച്ചക്കള്ളോട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ. ഇദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹം ഇതൊക്കെ നമ്മൾക്ക് നേരെ പിന്നീട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക വേണ്ടപ്പെട്ട ഒരാളായിട്ട് ബോംബെ ശോചേട്ടനെയും ഞാനും അയത്തും കൂടി ഈ കടയിൽ ചെല്ലണേ, ആ കടയിൽ ചെന്ന് സംസാരിക്കണേ. അപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞ ശാന്തിഗിരി ഞങ്ങളെ കുറേ പറ്റിച്ചിട്ടുണ്ട്, ഇതേപോലെ സാധനങ്ങളും കടം മേടിച്ചിട്ട് പൈസ തന്നിട്ടില്ല, അപ്പോൾ അതുപോലെ നിങ്ങളും പറ്റിച്ചായിട്ട് ഞാൻ കണക്കൂട്ടിക്കോളാം എന്നിത് പറയുമ്പോൾ ഗുരുവിനെ ചീത്ത പറയിപ്പിക്കാൻ നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ആ പൈസ മൊത്തം കൊടുത്തു. വേറൊരു ഇതുണ്ടായിരുന്നില്ലേ, നമ്മൾ 99 95 48 07 67 9,400. ഇത് ബില്ലിൽ ഇത്രയല്ലേ വന്നോളൂ? ഇതിൽ വില കുറച്ച് ഏതെങ്കിലും സാധനത്തിന് എഴുതി അതല്ല, ആ കസേരയ്ക്ക് കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുവരില്ല, ഈ പൈസയല്ലേ അവിടെ കമ്പനി കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ. അല്ല, എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളെ ആദ്യം അഡ്വാൻസ് പറഞ്ഞതാണ്, എനിക്ക് ബില്ലിന് ഇത്രയും ഇതായിട്ട് ചെയ്ത് തരാൻ പറ്റൂല എന്ന് ഞാൻ കാര്യമായിട്ട് അന്നേരം പറഞ്ഞു. ആ ഒരു ചെയറിൻ്റെ കാര്യത്തിലല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എനിക്കത് ചേരാതെന്ന് പറഞ്ഞാൽ അത് ടാക്സ് ബില്ലൊന്നും കിട്ടുന്നതല്ല. ആദ്യമേ ഞാൻ കാര്യം പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെയുള്ള ഇന്നലെ ശാന്തി എന്നെ വിളിച്ച് എനിക്കുള്ള 2 ചെയർ വേണം. അപ്പോൾ എനിക്കൊരു ബില്ല് എഴുതി തന്നത് എനിക്ക് ആ കിട്ടുന്നത് 1,750 രൂപ, 4,500 രൂപയുടെ ബില്ല് കൊടുക്കും. നമ്മൾ ടാക്സ് തരണം തരാം, അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയും, അത്രേ പറയുള്ളൂ. ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ എടുക്കാറില്ല.
അതല്ല, ഈ ഒരു സാധനത്തിന് 10 രൂപ എന്നാണ് പറഞ്ഞത്. ഇതിൽ 3 രൂപ ഇട്ടിട്ടുണ്ട്. ഞാൻ അഡ്വാൻസ് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഈ റിലീ കാണാം. അല്ല എനിക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിനകത്ത് വേറെ ഇതായിട്ട് നിങ്ങൾ അഡ്വാൻസ് ഞാൻ പറഞ്ഞ കാര്യം. അല്ല പിന്നെ നിങ്ങൾ നമ്മള് ഇത് തർക്കിക്കാനല്ല, സാഹചര്യം സാഹചര്യം ഞങ്ങളെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി. അല്ലാത്ത എസ്റ്റിമേറ്റ് ആയിട്ട് എഴുതി തന്നാൽ മതി. അങ്ങനെ ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഞാൻ പറയാതെ ഒരാളല്ല. ഞാൻ അഡ്വാൻസ് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഇതിന് ബില്ലുള്ളതാണ്, ഇങ്ങനെയാണ് എനിക്ക് തരാനായിട്ട് എസ്റ്റിമേറ്റ് ആയിട്ടില്ല. അല്ല ഞാൻ അഡ്വാൻസ് നിങ്ങൾക്ക് ആ ചെയർ വേണ്ട, ഇത് തിരിച്ചു തരും, ഞാൻ റിട്ടേൺ കൊടുത്ത് കഴിയുമ്പോൾ മുതലാക്കാം. അല്ലാണ്ട് ഞാൻ എന്ത് പറയും? അല്ല നിങ്ങൾ ഇങ്ങനെ ഉണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ അല്ല, എനിക്ക് മനസ്സിലായി. അല്ല വ്യക്തിയുടെ അല്ല, ഞാൻ അഡ്വാൻസ് പറഞ്ഞിട്ടേ ഞാൻ ചെയ്തു. അടുത്ത വഴി പറയേ, അല്ലാതെ വഴി വേറെ ഒന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള തരികയല്ല. പിന്നെ എന്തെന്ന് ഞാൻ തന്നുപോയി. അതാണ് എനിക്ക് പാടിച്ചു പറ്റിയ. ഈ കടം തന്നുപോയി. കടം തന്നാൽ പൈസ റെഡിയാ ചേട്ടാ. ഇതുമായി നമുക്ക് നിങ്ങളുടെ ദാനമൊന്നും വേണ്ട. നമുക്ക് നിങ്ങളുടെ ദാനമൊന്നും അല്ല. പറയട്ടെ അല്ല, അതല്ല, നമ്മള് വന്നിരുന്നിട്ട് ഒരു കാര്യം അനുരഞ്ജനമായിട്ട് ചർച്ച ചെയ്യാനാ വന്നത്. അല്ല പൈസ കൊടുത്തിട്ട് പിന്നെ വേണ്ട നിങ്ങളോട് സംസാരിക്കണ്ട. വേണ്ട സംസാരിക്കണ്ട. നിങ്ങളുടെ ദാനം മേടിക്കാൻ വന്നൊന്നുമല്ല നമ്മൾക്ക് കണക്ക് വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടൊന്ന് വേറെ വഴിയില്ല. വഴിയൊക്കെ ഉണ്ടാവും സംസാരിച്ചിട്ട്. ശാന്തിയുടെ കാര്യം പറഞ്ഞു. കട ഇല്ലാണ്ട് വന്നേന്നല്ല, കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അബദ്ധം പറ്റിപ്പോയി. അല്ലല്ല, നിങ്ങളുടെ പൈസ ഞാൻ സാറിന് അഡ്വാൻസ് പറഞ്ഞു. എനിക്ക് ഇതിനകത്ത് ഫുൾ ബില്ല് എഴുതണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അല്ല എനിക്ക് നിവർത്തി ഇല്ല. അങ്ങനെ അന്ന് പറയാതെ ഞാൻ ചെയ്യൂല. ഇനി കൂടുതൽ നമ്മൾ സംസാരിച്ച ശരിയാവില്ല. ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഒന്നും ചെയ്യണ്ട. ഇനി വിഷമിക്കണ്ട. ചേട്ടന്റെ അജീവിതം പോണ്ട. കളയാനില്ല. പൈസ തരുവാ. ഇനി പിന്നെ ചേട്ടന് വിഷമിക്കുന്ന പൈസ അല്ലേ ഇരിക്കുന്നത്? ചേട്ടത്തിന് വിഷമിക്കുന്ന വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഞങ്ങൾക്കും മനസ്സിലായി. ഞങ്ങളുടെ കയ്യിൽ പൈസ ഞാനത് പറഞ്ഞിട്ട് വീണ്ടും മനസ്സിലാവുന്നുണ്ട്. ഇനി വിശദീകരിക്കണ്ട. സംസാരിക്കണ്ട. സ്വഭാവം മനസ്സിലായി. വേണ്ട ഇനിയിപ്പോ കൂടുതൽ സംസാരിക്കണം. രണ്ട് കാശങ്ങളൊന്നല്ലോ. പേയ്മെന്റ് കിട്ടിയാൽ മതി. ഞങ്ങളിനി ഇതിനെന്ത് വഴി കാണുന്നുള്ളതാണ്. നമ്മൾ കണ്ടോളാം, നമ്മൾ നോക്കിക്കോളാം. പക്ഷെ കുഴപ്പമില്ല. എന്റെ പോക്കറ്റിൽ പോകുന്ന പൈസ പോയാലും കുഴപ്പമില്ല. നമുക്ക് ആളെ പഠിക്കാൻ പറ്റില്ല. അത് മതി. അത് തന്നെ വലിയ അഡ്വാൻസ് തോന്നണം. പോയില്ല പരിപാടി. പോരായവർ അത് നഷ്ടത്തിന് തെളിയിക്കേണ്ടത്. അല്ല അതുപോലും വേണ്ട. ആ ഒരു അവതാരം പോലും 400 ഉണ്ട്. ആ 400 കൃത്യമായിട്ട് കൊടുക്കും. പരിപാടി അന്ന് വേറൊരു കസ്റ്റമർ വന്നപ്പോഴേ ഈ രീതി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കച്ചവടം. മനസ്സിലായി. കറക്റ്റാണ്. ശരി. അപ്പോൾ ബൈ. കണ്ടില്ലേ, ഇതാണ് അന്ന് സംഭവിച്ചത്. ആ കടയിൽ പോയി ഞങ്ങൾ രണ്ടാമത് സംസാരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ട 9400 കൃത്യമായിട്ട് ആദ്യം 9000 കൊടുത്തു. പിന്നെ അത് പോരാന്ന് പറഞ്ഞപ്പോൾ 400 കൂടെ കൊടുത്തു. ഞങ്ങൾ പറഞ്ഞാൽ അത് എന്തിനാണ് ആ ഒരു ഔദാര്യം കൂടി 400 രൂപ കൊടുത്തിട്ട് അന്തസ്സായിട്ട് ഇറങ്ങി പോരുകയാണ് ചെയ്തു. മറ്റൊന്നുമല്ല, നമ്മൾ എന്താ പറയുക, നാളെ ഒരാളോട് പറയാനിട കൊടുക്കരുത്. ഗുരുവിൻ്റെ കാര്യത്തിന് വേണ്ടി പറ്റിച്ചെന്നും പറഞ്ഞു. ശാന്തിരി അത് ആവോളം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിവിടെ നമ്മൾ കൂടി അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ആ പൈസ കൊണ്ട് കൊടുത്തത്. അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റുന്ന അത് തന്നെയല്ല, അതിൽ ആ പൈസ വെക്കാമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞത് ഇദ്ദേഹമാണത് പറഞ്ഞത്. അതുകൊണ്ട് എന്താ പറയുക, ഇതൊക്കെ പിൻകാലത്ത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം. അപ്പോൾ അടുത്ത വോയിസ് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഉള്ളത് ഗുരുവിൻ്റെ പാദസമർപ്പണമായിട്ട് വന്ന പൈസ
ഗുരുവിൻ്റെ ജന്മദിനം ഗുരു ജയന്തി ആഘോഷം കഴിഞ്ഞതിന് ശേഷം ശാന്തി യാത്രയ്ക്ക് എല്ലാവരും പോയിരിക്കുന്ന അവസരത്തിൽ ഈ അജിത്ത് വാരിക്കെട്ടി ബിഗ് ഷോപ്പിനകത്താക്കിയ സംഭവമാണ്. അതെല്ലാവർക്കും അത് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിനെ കള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കി ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു. അത് എത്ര രൂപയുണ്ട് എന്ന് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല, എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ പുളിയിൽ വന്ന തുകയൊന്നും ആയിരുന്നില്ല അത് എന്നുള്ളത് വ്യക്തമാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞാനോ പ്രസിഡന്റ് ആയിരുന്ന ശശിദേവാനോ അറിയാതെയാണ് ആ പൈസ വാരിക്കെട്ടി. അത് ശരിക്കും പറഞ്ഞാൽ ഗുരു പ്രാർത്ഥന എല്ലാം സമർപ്പിച്ച് ഈ സമർപ്പണം ചെയ്ത വ്യക്തികളുടെ കർമ്മദോഷങ്ങളെല്ലാം ഗുരുവിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രം എടുത്ത് മാറ്റേണ്ട ഈ പൈസയാണ് ഒരു നീതീകരണവും ഇല്ലാതെ വാരിക്കെട്ടി നടത്താക്കിയത്. അപ്പൊ ഇത് പിന്നീട് അതുവരെ ഇങ്ങനെ ഉണ്ടിയലായിട്ട് വരുന്ന കാശൊക്കെ എണ്ണുന്ന സമയത്ത് ഞാനും കൂടി ഇരിക്കുമായിരുന്നു, എന്നെ കൂടി വിളിക്കുമായിരുന്നു, ഒരുമിച്ചിരുന്നാണ് എണ്ണിയിരുന്നത്. പക്ഷെ ഇത് എണ്ണുന്ന സമയത്ത് എന്നെ വിളിച്ചില്ല, പകരം പ്രദീപിനെയാണ് വിളിച്ചത്. പ്രസന്റ് സ്വാമിയുടെ അളിയൻ പ്രദീപിനെയാണ് വിളിച്ചത്. പ്രദീപ് ചോദിച്ചെന്താ മഹേശ്വരനൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പോ അല്ല, മഹേശ്വരന് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകണം, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ കള്ളം പറഞ്ഞു. ഞാൻ അറിഞ്ഞതുപോലുമില്ല, മനസ്സാവാച ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞ് പ്രദീപിനെയും ഡോക്ടർ ബീനെയൊക്കെ വിളിച്ചിരുത്തിയാണ് എണ്ണിയത്. എണ്ണിക്കഴിഞ്ഞിട്ട് ഞാൻ പ്രദീപിനോടും ഡോക്ടർ ബീനോടും ചോദിച്ചു എത്ര രൂപ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അത് 2.25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 2.25 ലക്ഷത്തിന് അടുത്ത് വരുന്നൊരു തുക ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ശശിദേവാനുവിനും അറിയാം, എനിക്കും അറിയാമായിരുന്നൊരു കാര്യമാണ്. കാരണം അത്രയധികം കാശ് അന്ന് വന്നിരുന്നു. അപ്പോൾ അത് ഈ 2.25 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് അത് കണക്കെഴുതിയപ്പോൾ കണക്കിൽ വന്നത് 1,95,00,95,000 രൂപയാണ്. അപ്പൊ ഈ 30,000 രൂപ അങ്ങോട്ട് പോയി എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ പൈസ തന്നെ 1,95 തന്നെ ബാങ്കിലിട്ടപ്പോൾ അത് 1,72 വീണ്ടും കുറഞ്ഞു. അപ്പൊ അതെന്താണ് ആ വ്യത്യാസം വന്നത് എന്ന് ഒരിക്കലും അവർക്ക് ആർക്കും ആരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു 20,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തത് ഒരു കണക്കിലും പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ എല്ലാം രേഖ കാണണമെന്നുള്ളവർക്ക് വന്നാൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം, കാണിച്ചു തന്നെ ബോധ്യപ്പെടുത്താം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇനി എന്നെ ഇതിനകത്ത് നിലനിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ കളിക്കാൻ, കാശ് കൊണ്ട് കളിക്കാനും അവരുടെ സ്വാതന്ത്ര്യം പോലെ നടത്താനും പറ്റില്ല ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ എന്ന് ബോധ്യപ്പെട്ടതിലൂടെയാണ് എന്നെ പൂർത്തിയാക്കാനുള്ള കളി ആരംഭിക്കുന്നത്. അത് ഗുരുജയന്തിക്ക് ശേഷം, ഗുരുജയന്തിക്ക് മുന്നോടിയായിട്ട് തന്നെ ആരംഭം കുറിച്ചിരുന്നു. കാരണം ഈ അജിത്തിന്റെയും ചന്ദ്രബാബുവിന്റെയും രീതികളിൽ ഞങ്ങളിങ്ങനെ ഈ കണക്ക് നോക്കിയപ്പോൾ മുതൽ ഈ പൈസ കൃത്രിമം കണ്ടെത്തി എന്ന് മനസ്സിലായത് മുതൽ അജിത്തിലും ചന്ദ്രബാബുവിലും എന്നോടുള്ള മനോഭാവത്തിലും ഒക്കെ വളരെ മാറ്റം വന്നിരുന്നു. ശശിദേവാനുവിനോടും അതുപോലെ തന്നെയായിരുന്നു. വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. അപ്പൊ ഈ പെരുമാറ്റം ഇങ്ങനെ വന്നപ്പോൾ ഞാനും ശശിദേവാനുവും ഡോക്ടർ ബീനയും കൂടി പ്രസാദ് സാറിന്റെ വീട്ടിൽ കൂടിയിട്ട് ഗുരുജയന്തി വരെ എന്തായാലും ഒന്നും മിണ്ടാതെ പോകാമെന്നും ഗുരുജയന്തി കഴിഞ്ഞിട്ട് എല്ലാത്തിനും കൺട്രോൾ കൊണ്ടുവരാമെന്നും അന്ന് അവിടെ വെച്ച് തീരുമാനിച്ചു. ഗുരുജയന്തി കഴിഞ്ഞതിന് ശേഷം ജനറൽ ബോഡി വിളിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് കൺട്രോളിലേക്ക് വരണം. ഇതിൽ ഇദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. കള്ളമെന്ന് പറഞ്ഞാൽ സത്യമുണ്ട്. കാരണം വെച്ചാൽ ശന്തനൂരി ഗുരുജയന്തി ആഘോഷിക്കാൻ വേണ്ടി 2022 പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത് ഞാനും അയ്യത്തും കൂടിയാണ്. അയ്യത്തും കൂടി പോയിട്ട് ആഴ്ചകളോളം അവിടെ നിന്ന് അവിടെ നാട്ടുകാരെ ക്ഷണിച്ചു. അങ്ങനെ പല പരിപാടികളും ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ശാന്തി യാത്രയുടെ സമയത്ത് അയ്യത്തിനായിട്ട് ഞാനാണ് പറയുന്നത്, അയ്യത്തെ
നമ്മൾ അവിടെ വെച്ചാൽ പാദസമർപ്പണത്തിന് ഇഷ്ടംപോലെ പൈസ പോകും. കാര്യം എല്ലാവരും ഉണ്ട്, പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഇത്ര പറഞ്ഞത് ആ പൈസ നമ്മൾ വരുമ്പോഴല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ അവിടെ നിൽക്കണം. ആ പൈസക്ക് നമുക്കൊരു കണ്ണ് വേണം, പ്രായമുള്ള ആൾക്കാർ. അപ്പം അത് പറഞ്ഞ് ഇല്ല എൻ്റെ അമ്മായച്ചനും ഉണ്ട്, തിലകമാമനും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും പറ്റില്ല, അത് ഉത്തരവാദിത്തം ട്രഷറിയാണ്. കാരണം ആരെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഈ പുറകെ ഓടിയെടുക്കാൻ നടക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അജിത്ത് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അജിത്ത് അവിടെ നിന്ന് ആ ട്രഷറർ തന്നെയല്ലേ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത്. മനസ്സിലായില്ലേ? ട്രഷറർ അത് സംരക്ഷിക്കുകയാണ് ചെയ്തത് ആ പൈസ. അല്ല ഇദ്ദേഹം പറഞ്ഞ പോലെ വാരിക്കെട്ടി ഓടിക്കൊണ്ട് പോയില്ലേ. ഇത് ഒരു ബിഗ് ഷോപ്പറിലിട്ട് അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് പക്ഷെ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓരോരുത്തരും ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചത് ഇദ്ദേഹം വന്ന് തൊട്ട് എടുത്തു കൊടുത്താലേ അതിന് പുണ്യം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഇദ്ദേഹത്തിന് വിവരക്കേടാണ്. കാരണം ഗുരുവിനോട് ചെറുപ്പത്തിലെ വഴക്കിട്ട് പോയ ഇദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഗുരുവിൻ്റെ സമർപ്പണം എടുത്ത ശീലം അജിത്തിനുണ്ട്. അജിത്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നതാണോ ശരി, പിന്നെ അജിത്ത് പറയുന്നതാണ്? അതിലേക്ക് പണം എണ്ണാൻ വേണ്ടി അജിത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച പണം എണ്ണാൻ വേണ്ടി ഇദ്ദേഹത്തിനെ വിളിച്ചില്ല. പ്രസിഡന്റ് സ്വാമിയുടെ അളിയൻ പ്രദീപ് എണ്ണനെയാണ് വിളിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡോക്ടർ ബീന എന്ന് പറയുന്നത് ബീന ചേച്ചി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ കള്ളമാണ്. മനസ്സിലായില്ലേ? വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ബീന ചേച്ചി അന്നേ ദിവസം പണമെണ്ണാൻ ഇല്ലായിരുന്നു, പ്രദീപണ്ണൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ, അതായത് മഹേഷൻ്റെ വൈഫിൻ്റെ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിൻ്റെ എൻഗേജ് ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ജയന്തി സമയത്ത് അവിടെ പ്രവർത്തിക്കാൻ വരാൻ പറ്റാതിരുന്നത്. അത് തന്നെയല്ല ഈ സമയത്ത് എപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട്ട് മാനസികമായിട്ട് ഒത്തിരി അകന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ പണം എടുത്ത് ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇദ്ദേഹം ഗുരുവിനോട് പിണങ്ങിപ്പോയ ആളാണ്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഗുരു ആയുസങ്കല്പത്തിൽ ലയിക്കുന്നവരെ ഗുരുവിൻ്റെ കൂടെ ഉണ്ടാവുകയും ഗുരുവാക്കനുസരിച്ച് ജീവിക്കുകയും അതെല്ലാം മഹത്വവും മനസ്സിലാക്കി ജീവിച്ചവരാണ്. അത് കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ ഇച്ഛയിൽ നിന്ന് വ്യതിചലിച്ചാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ പോകുന്നുവെന്ന് കണ്ട അപജയം കണ്ടിട്ടാണ് മാറി നിൽക്കുന്ന ആൾക്കാരാണ് അതിരുത്തുന്നതിന് വേണ്ടി. മനസ്സിലായി? അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് എല്ലാം പൊള്ളയായ കള്ളങ്ങളാണ്. ഇദ്ദേഹം പറയുന്നത് കല്ല് വെച്ച നുണകളാണ് നമ്മൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് കല്ല് വെച്ച നുണകൾ പറയുന്നത്. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ രത്നങ്ങൾ പതിപ്പിച്ച സത്യങ്ങളാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് അതിനനുബന്ധമായിട്ട് രേഖകളൊക്കെ കയ്യിരിക്കുമ്പോൾ അതൊന്നും കാണാൻ വരാൻ പറ്റാത്തതും അദ്ദേഹത്തിന് അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, അന്ന് അദ്ദേഹം ആരോപിച്ചെന്ന് പറഞ്ഞാൽ അജിത്തും അജിത്തിൻ്റെ അമ്മായിയപ്പനും കാശ് കട്ടണ്ടു പോയെന്നും പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചു. എന്തായാലും അജിത്തിനും അജിത്തിൻ്റെ അമ്മായിയപ്പനും ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടില്ല. അജിത്തിനെ കുറിച്ച് പറഞ്ഞാൽ അമ്മക്ക് പെൻഷനുണ്ട്, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനം അവർക്കുണ്ട് പല രീതിയിൽ. അജിത്ത് ജോലിക്ക് പോയില്ലെങ്കിൽ തന്നെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അജിത്തിൻ്റെ അമ്മായിയപ്പൻ്റെ കുടുംബമാണ് പരമേശ്വര സ്വാമി എന്ന് പറയുന്ന ആ അദ്ദേഹമാണ് എറണാകുളം ആശ്രമത്തിന് ഇന്ന് കോടികൾ വിലമതിക്കുന്ന സ്ഥലം സമർപ്പിച്ചത്. അതുപോലെ തന്നെ ബത്തേരി ആശ്രമത്തിലെ പിന്നെ എന്താണ് ഏക്കർ കണക്കിന് സാധനം സമർപ്പിച്ചവരാണ്. ഈ മഹേഷന്റെ കുടുംബത്തിൽ നിന്ന് എന്ത് സമർപ്പിച്ചിട്ടുണ്ട്? 1 ഇഞ്ച് ഭൂമി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സമർപ്പിച്ച ആൾക്കാർ അദ്ദേഹം മരിക്കുന്നവരെ സങ്കടം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതും പറഞ്ഞ് കരയുന്നത് കണ്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രേമേന്ദ്രൻ വൈദ്യൻ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് വെറും ഒരു കള്ളനാക്കി ചിത്രീകരിച്ച് മഹേഷൻ ആ ഒരു ഫംഗ്ഷനോടുകൂടി. എന്നുവെച്ചാൽ അമ്മായിയപ്പനും മരുമനും കൂടി പണം പാരിക്കൊണ്ട് ഓടിയിരുന്നു. നാണമുണ്ടോ മഹേഷൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? നാണം. താങ്കൾക്ക് ഇത്രയൊക്കെ പ്രായവും ഇത്രയൊക്കെ ദർശനമൊക്കെ കിട്ടിയെന്ന് പറയുന്നതല്ലേ? ആ ഗുരുവിനോടൊപ്പം നിന്ന ആ സമയത്തുള്ള ആ ഒരു പുണ്യാംശം താങ്കൾ ഇങ്ങനെ വെറുതെ കളയരുത്. താങ്കൾക്ക് പ്രേമചന്ദ്രൻ വൈദ്യരോട് വിരോധം തോന്നാനുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. താങ്കളുടെ എറണാകുളത്ത് ആശ്രമത്തിൽ നിന്നപ്പോൾ ആ ഒരു പിന്നെ വീട്ടിലെ പെൺകുട്ടിയുടെ ആയിട്ടുള്ള വിഷയത്തിൽ കാമുകൻ്റെ തല്ലുകൊണ്ട് പോലീസ് കേസായപ്പോൾ അതിലിടപെട്ട വ്യക്തിയാണ് ഈ പ്രേമേന്ദ്രൻ വൈദ്യൻ. താങ്കൾ പറഞ്ഞ കഥ പോലെ അല്ല പ്രേമേന്ദ്രൻ വൈദ്യർ പറഞ്ഞ കഥ. താങ്കൾക്ക് അതിൽ തെറ്റ് സംഭവിച്ചെന്ന് തന്നെയാണ് പ്രേമേന്ദ്രൻ വൈദ്യർ പറഞ്ഞത്. അന്നേരം അത് താങ്കളുടെ ഉപയോഗിച്ച് കേട്ടിരുന്നപ്പോൾ അതിൻ്റെ വിരോധം മൂലമല്ലേ താങ്കൾ എന്താ ചെയ്തത്? ഈ ഒരു കള്ളപ്പേര് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത ആ ഒരു അവസാന സമയത്ത് അതിൻ്റെയൊക്കെ ആ ഒരു ദോഷം മഹേഷൻ എവിടെ കൊണ്ട് തീർക്കും? ആ പ്രേമേന്ദ്രൻ വൈദ്യര് മരണത്തിൽ പോലും ഒന്ന് മാപ്പ് പറയാൻ പോലും മഹേഷന് അവസരം കിട്ടി. ലജ്ജ തോന്നുന്നുണ്ട് മഹേഷൻ്റെ കൂടെ ആ പ്രവർത്തിച്ചതും താങ്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടി വന്നതിൽ ലജ്ജ തോന്നുന്നുണ്ട്. മനസ്സിലായോ?
നമ്മളെക്കുറിച്ചൊന്നുമല്ല. അദ്ദേഹത്തെ എന്നോട് അതിനോട് താങ്കൾക്ക് വിരോധം തോന്നാം, എന്ത് ആരോപണം വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല, അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷെ ആ പാവ സാധുവായ മനുഷ്യൻ, ഒരാളോട് ഒരു ഉപദ്രവം ചെയ്യാത്ത ഉപകാരിയായ ഒരു മനുഷ്യന് താങ്കൾ പറഞ്ഞത് വളരെ മോശമായി പോയി. താങ്കളുടെ ജീവനിൽ നിന്ന് എത്ര ജന്മം ജനിച്ച് മരിച്ചാലും എന്തൊക്കെ കർമ്മം ചെയ്താലും ആ ഒരു പാവത്തിൻ്റെ കർമ്മം പോവില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്, മറ്റൊന്നുമില്ല. കാരണം താങ്കളുടെ വിഷയം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ചേച്ചിയുടെ ആ ഒരു സാമ്പത്തിക KSFയിൽ ഉണ്ടായ ഒരു സാമ്പത്തികപരമായ ഒരു ഇടപാടില്ല പ്രശ്നത്തിൽ പൈസ അടഞ്ഞു വെച്ചപ്പോൾ അതിന് കേസ് കൊടുക്കാനായിട്ട് താങ്കൾ അഡ്വക്കേറ്റിനോട് പറയാൻ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചില്ലെന്നുള്ളൊരു വിരോധവും താങ്കൾക്കുണ്ടായി. മനസ്സിലായി? ഇപ്പം കാശ് കിട്ടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ ഈ പറയുന്ന ചേച്ചിയുടെ ആ സാമ്പത്തിക എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ KSF ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ അവർ തന്ന മോതിരം പോലും നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലേ? സെൻഡ് ഓഫിന് തന്ന മോതിരം, സെൻഡ് ഓഫ് എന്ന് വെച്ചാൽ വിരമിക്കൽ ചടങ്ങിന് വേണ്ടി വിരമിച്ചപ്പോൾ തന്ന ഒരു മോതിരം പോലും എന്നെ അതിനെ കൂടി വിളിച്ചിട്ട് പോയിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ആ മോതിരം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, അത് അങ്ങനെയുള്ള വിരോധങ്ങളൊന്നും തീർക്കേണ്ട കാര്യമില്ല അത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ താങ്കൾ പറഞ്ഞു വിട്ടു. എത്ര വർഷം, ഇപ്പം 2 വർഷമില്ലേ, നിർത്താൻ പാടില്ല താങ്കൾക്ക്? നാണം തോന്നുന്നില്ലേ? നമ്മൾ പ്രവർത്തിക്കാൻ വിട്, വഴിയിൽ ഒരു വള്ളിയായിട്ട് കിടക്കല്ലേ? താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പാടില്ലേ? താങ്കളുടെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് രജിസ്റ്റർ ചെയ്ത് താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന പണമോ മറ്റുള്ള സാധ്യതകളോ മുടക്കേണ്ട കാര്യം താങ്കൾക്ക് എന്താണുള്ളത്? അപ്പം താങ്കളല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുരത്ന അമൃതാഞ്ജലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? കാരണം ഇത്രയും കേസുകൾ ഫേസ് ചെയ്യുന്ന എൻ്റെ വഴി മുടക്കാൻ ശ്രമിക്കുന്ന താങ്കളപ്പോൾ ആരാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അത് നിർത്തി ഇനിയിപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതിലേക്ക് പോകാമെന്ന്, അതും കൂടി ഒന്ന് കേൾക്കാം. വിളിച്ച് അല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് കൺട്രോളിലേക്ക് വരണം. 10,000 രൂപയെ കൂടുതൽ ബാങ്കിൽ നിന്ന് എടുക്കാൻ പാടില്ല. യൂട്യൂബ് ചാനലിൻ്റെ അതൊരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി വേണം ഏതൊക്കെ എപ്പോൾ എങ്ങനെയൊക്കെ അത് ഇടണമെന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. കേസ് സംഘടനയുടെ പേരിൽ തന്നെ കൊണ്ടുവരണം. ഒരു വ്യക്തിയുടെ പേരിൽ കേസ് നടത്താൻ പറ്റില്ല. അത് സംഘടനയുടെ പേരിൽ കൊണ്ടുവരണം. വക്കീൽ ഫീസ് കൊടുക്കുന്നത് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റില്ല, ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഈ തീരുമാനങ്ങൾ അതേപടി ഡോക്ടർ ബീന, അജിത്തിനും ചന്ദ്രബാബുവിനും എത്തിച്ചു കൊടുത്തു. അന്നു മുതൽ അവര് എന്നെ പുറത്താക്കാനുള്ള നീക്കം നടത്തിയതാണ്. അതിന്റെ ഭാഗമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഗുരുജയന്തി കഴിഞ്ഞതിന് ശേഷം എനിക്കെതിരെ ഇവര് ഈ ചന്ദ്രൂരുള്ള ചന്ദ്രബാബുവിന്റെ ഒരു ബന്ധുവിന് 5,000 രൂപ, ചന്ദ്രബാബുവിന്റെ നിർബന്ധപ്രകാരം തന്നെയാണ് ആ 5,000 രൂപ കൊടുത്തത്. അല്ലാതെ വേറെ ആർക്കെങ്കിലും അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കണമെന്ന് തോന്നാൻ ഒരു കാര്യമില്ലല്ലോ. ചന്ദ്രബാബുവാണ് പറഞ്ഞത് എൻ്റെ ബന്ധുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചന്ദ്രബാബു ഇപ്പൊ ഇതിന്റെ വർക്കുമായിട്ട് നടക്കുമ്പോൾ ചന്ദ്രബാബുവിന് കാശ് എടുക്കാൻ കാണില്ലല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും പണി ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ബന്ധുവിന് 5,000 രൂപ കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞത് എന്ന് കരുതിയാണ് ഞാൻ കൊടുത്തത്. അത് അന്ന് തന്നെ ശശിദേവനെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ. അതാരെങ്കിലും കമ്മിറ്റിയിൽ എതിർക്കുകയാണെങ്കിൽ ആ പൈസ തിരിച്ച് ഞാൻ തന്നെ വയ്ക്കാം എന്നുള്ള ധാരണയിൽ തന്നെയാണ് 5,000 രൂപ കൊടുത്തത്. ഇത് കണക്കിൽ വന്നപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനം, നമ്മളെന്താണ് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് എന്ന് ചിലർ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ചന്ദ്രബാബുവിൻ്റെ ബന്ധുവിന് ഇങ്ങനെ സുഖമില്ലാതെ കിടന്നപ്പോൾ 5,000 രൂപ കൊടുത്തതാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. അന്ന് ചന്ദ്രബാബു എന്നോട് പറഞ്ഞത് ആ പയ്യൻ, അവരുടെ പയ്യൻ സുഖമില്ലാതെ കിടന്ന ആ സ്ത്രീയുടെ മകൻ നമ്മുടെ കൂടെ ഗുരുമാർഗം പ്രകാശ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടെ ഇറങ്ങുമെന്നാണ്. പക്ഷെ ഒരിക്കലും അയാൾ ഇറങ്ങിയില്ല. ഇതാണ് സത്യം. 100% സത്യസന്ധമായി ഞാൻ പറയുകയാണ്. ഇതിനകത്ത് എനിക്ക് കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. ഞാനൊരു കള്ളത്തരവും ഒരിടത്തും കാണിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒത്തിരി കള്ളങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനെല്ലാത്തിനും വിശദീകരണം പറഞ്ഞുകൊണ്ടിരിക്കാൻ അത് ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഇദ്ദേഹം ഇതിൽ പറയുന്നത് വെച്ചാൽ 10,000 രൂപ കൂടുതൽ കയ്യിൽ വെക്കാൻ പാടില്ലെന്നാണ്. ചില സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കൊടുക്കുന്ന, ഇപ്പോൾ കേസിന് കൊടുക്കണം. അവിടെ ഇദ്ദേഹം പറയും പോലെയല്ല,
കേസിന് അഡ്വക്കറ്റുമാർ ചില അഡ്വക്കറ്റുമാർ ക്യാഷായിട്ട് മതിയെന്ന് പറയും, ചിലർ അക്കൗണ്ടിൽ തരാൻ പറയും. ഇങ്ങനെ വിവിധ തരം ക്യാഷ് അക്കൗണ്ടിൽ മേടിക്കുന്ന അഡ്വക്കറ്റ് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കേസ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് വിശ്വസ്തരായ അഡ്വക്കറ്റാണ്, മനസ്സിലായി? അല്ലാതെ നമ്മൾ തോന്നുന്ന അഡ്വക്കറ്റ് കൊണ്ട് നിങ്ങൾ ബാങ്ക് വഴി മേടിക്കുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനത്തെ അഡ്വക്കറ്റില്ല. അത് ഇദ്ദേഹം കൊടുത്താൽ മതി കേസ്, നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, സംഘടനാപരമായിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഒരു സംഘടനക്കെതിരെ മറ്റൊരു സംഘടനക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. അത് ഇദ്ദേഹത്തിന് അറിയാം. നിയമ ഉപദേശം കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ കൈകാര്യം ചെയ്ത കാര്യങ്ങളിൽ. ഇദ്ദേഹത്തിന് വിവരമില്ലായ്മയും, അത് വിവരക്കേടാണ് അല്ലെങ്കിൽ കള്ളം പറയാനുള്ള ഇതുകൊണ്ടാണെന്ന് അറിയില്ല, കുറ്റക്കാരാക്കാൻ വേണ്ടി. പിന്നെ യൂട്യൂബ് ചാനൽ ഇദ്ദേഹം ചന്ദിരൂരി നമ്മൾ ജയന്തി ആഘോഷിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു. ഇദ്ദേഹം സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ശാന്തിഗിരിയിൽ വെച്ച് ഈദ്ഗാഹ് നടത്തി. അപ്പോൾ ആ ഈദ്ഗാഹിനെ എന്താ പറയുക, ഇസ്ലാം മതവിശ്വാസികളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആ വോയിസ് ആ പ്രസംഗം നടത്തി. അപ്പോൾ എന്ത് പറ്റി, അത് എഡിറ്റ് ചെയ്താൽ ഇടാൻ പറ്റാത്തൊരു സ്ഥിതിയായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എന്നാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ, ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അതൊന്നും ചെയ്യൂല. അദ്ദേഹത്തിന് കൺട്രോളിൽ കൊണ്ടുവരണം. ഇപ്പം തന്നെ കണ്ടില്ലേ, അദ്ദേഹം ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിലെല്ലാം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആ സംഘടന പോയി പ്രവർത്തിക്കേണ്ടതല്ല, എല്ലാം ചെയ്യേണ്ടത് അദ്ദേഹം. യൂട്യൂബ് ഉണ്ടാക്കാം, പിന്നെ കേസ് കൊടുക്കാം, ഇതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയല്ലേ. അതെന്താ രജിസ്റ്റർ ചെയ്യാത്തത്? പേടിയാ? അറിയില്ലേ? ഇദ്ദേഹം ആദ്യം സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇതിന് അദ്ദേഹത്തിന് ഒന്നും അറിയാൻ പാടില്ല, കൂടെ നടക്കാൻ അറിയാം. എൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ പണി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് എഴുതിയെടുക്കുമോ, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമോ, ഇത് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ പണി. ഇദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ എൻ്റെ ബന്ധുവിന് ക്യാഷ് കൊടുത്തത്, ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഒരു കേസിന് വേണ്ടി ഗുരുവിൻ്റെ ബന്ധുത്വം ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്. ശാന്തി രാഷ്ട്രത്തിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റികൾ തടയാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ കൂടി എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, ഞാൻ മാത്രം പോരല്ലോ, അദ്ദേഹത്തിന് കൂടി ഉപയോഗിക്കാമെന്ന് പറയുന്ന കാശ് കൊടുത്തു. അദ്ദേഹം ചോദിച്ചിട്ടാ, ഞാൻ പറഞ്ഞിട്ടാ കൊടുത്തതല്ല, സംഘടനയുടെ തീരുമാനം എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൊടുത്തതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം വെക്കാം എന്ന് വിചാരിച്ചു. ഇദ്ദേഹം ആരാണ് എൻ്റെ കുടുംബത്തെ ഓരോരുത്തരെ സഹായിക്കാൻ? അതിനുള്ള വരുമാനം ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ്? ഏതൊരു മന്ത്രിയുടെ പി ആയിട്ടിരുന്ന ഒരു അനുഭവമുണ്ട്, ഒരു പെൻഷനുണ്ട്, 5000 രൂപൻ്റെ പെൻഷനുണ്ട്. പിന്നെ വൈഫിൻ്റെ ജോലിയുടെ ആ കാശുമാണ് അദ്ദേഹം ജീവിച്ചത്. എന്നിട്ട് അദ്ദേഹം എൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് പണം? പണം ധാരാളം ഉള്ളതാണെങ്കിൽ വിചാരിക്കും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നായിരുന്നു പണം? ഇപ്പോൾ സംഘടന അത് സ്വീകരിച്ചില്ലെങ്കിൽ സംഘടന കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത് കയ്യിൽ നിന്ന് കൊടുക്കാനായിട്ട് ഇദ്ദേഹം ആരായിരുന്നു? എൻ്റെ ചോദ്യമാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പണമൊന്നും എൻ്റെ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൽ ഇദ്ദേഹം പറഞ്ഞത് തെറ്റിച്ചു പറഞ്ഞു. കാരണം ചന്ദ്രബാബുവിൻ്റെ ബന്ധുവായതുകൊണ്ട് 5000 രൂപ കൊടുത്തു, ചന്ദ്രബാബുവിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ സഹായിച്ചതാണ്. അപ്പോൾ ഇതേപോലുള്ള പച്ചക്കള്ളങ്ങളാണ്. അന്ന് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് മനസ്സിലായതാണ്. ഇദ്ദേഹത്തിനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എൻ്റെ ബന്ധുവായതിനെ കൊണ്ടാണോ സഹായിച്ചത്, അതോ ഗുരുവിൻ്റെ ബന്ധുത്വം കൊണ്ട് അത് നാളെ ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലാണ്? അപ്പോൾ അദ്ദേഹത്തിന് ആ മറുപടി പറയാനില്ലായിരുന്നു. പിന്നെ ചന്ദ്രൂർ ഗുരുമാർഗം പ്രകാശിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞല്ല അദ്ദേഹത്തിന് പൈസ കൊടുത്തു. എന്താണ് 5000 കൊടുത്തു കഴിഞ്ഞാൽ വിലക്കെടുക്കാൻ പറ്റിയ ആൾക്കാരാണല്ലോ. നാണമില്ല ഇദ്ദേഹത്തിന് പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളാണ്, പൊള്ളത്തരങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായില്ല? അപ്പോൾ ഇതൊന്നും വിശദീകരിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നുവെച്ചാൽ നമ്മുടെ മാർഗത്തെ തടസ്സപ്പെടുത്തിയ ഒരു വള്ളിയായിട്ട് വന്ന് കിടക്കി. അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും വയ്യ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 5 മണിക്കൂർ കുറ്റം പറയും പ്രവർത്തിക്കുന്നവർ. 2 വർഷമായില്ലേ ഇപ്പം, നിർത്തിപ്പോയിക്കൂടെ? അദ്ദേഹത്തിൻ്റെ പുറകെ ഞങ്ങളാരും ചെല്ലുന്നില്ല, ഞാനും പോയില്ല, അജിത്തും പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പുറകെ. ഇങ്ങനെ കിടന്ന് വഴിയെ പറഞ്ഞു. പക്ഷേ അവസാനം എനിക്ക് സഹിയിട്ട് നിവർത്തിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ആ മറുപടി കൊടുക്കേണ്ടി വന്നത് കഴിഞ്ഞ വീഡിയോയിൽ. എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നാലും ഇദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം ആൾക്കാർ. ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയില്ല ഇത് ഇദ്ദേഹത്തെ വാട്സാപ്പിലൂടെ അയക്കുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടിയായിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടിടുന്നത്. എല്ലാവരുടെയും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അടുത്ത വോയിസ്. പിന്നെ ഇതിനകത്ത് പിന്നെ ഒത്തിരി കള്ളങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനെല്ലാത്തിനും വിശദീകരണം പറഞ്ഞുകൊണ്ടിരിക്കാൻ അത് ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ പിന്നുള്ളത് ശരിക്കും എന്താണ്
എറണാകുളം ആശ്രമത്തിൽ വെച്ച് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പഠിക്കാൻ പോയിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വരുന്ന വഴി എനിക്ക് ഇട്ട് ഒരടി അടിച്ചു. ഞാൻ കൊണ്ടുപോയി പോലീസ് കേസ് കൊടുത്തു. അവനെ വിളിച്ച് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അത് ആശ്രമത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു പെങ്കൊച്ചുമായിട്ട് എനിക്കെന്തോ അടുപ്പമുണ്ടെന്ന് അയാൾ തെറ്റിദ്ധരിച്ചതാണ് പ്രശ്നമായത്. അതാണ് എനിക്കെതിരെ പെണ്ണ് കേസുണ്ടെന്നും ഒക്കെ പോലീസ് കേസായെന്നൊക്കെ പറയുന്നത്. ചന്ദ്രബാബു പറയുന്നത് കേട്ടാൽ ഞാൻ എന്തോ പെണ്ണ് കേസ് ഉണ്ടാക്കിയെന്നും എൻ്റെ പേരിൽ എന്തോ കേസുണ്ടായി എന്നാണ് ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാവുക. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവം. ഈ അടിച്ചവനെ കൊണ്ട് SI മാപ്പ് പറയിപ്പിക്കുകയും മാപ്പ് എഴുതി വെപ്പിക്കുകയും പിന്നെ ഈ ആശ്രമ പരിസരത്ത് എവിടെയെങ്കിലും ഇയാളെ ഇനി കാണുകയാണെങ്കിൽ തെങ്ങിൽ പിടിച്ചു കെട്ടി വെച്ചിട്ട് എന്നെ അറിയിക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അവൻ കേൾക്കുന്നതന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ആ പ്രശ്നം, ആ സംഭവം ഉണ്ടാകുന്നത്. അത് ചന്ദ്രബാബു അത് അവതരിപ്പിച്ചു വന്നപ്പോൾ നേരെ തിരിഞ്ഞു. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ചന്ദ്രബാബുവിനൊക്കെ അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ചന്ദ്രബാബുവിന് അറിയാവുന്നത്. പിന്നെ ഇതിൻ്റെ തെളിവ് എന്തെങ്കിലും ചന്ദ്രബാബുവിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ തെളിവില്ല. അപ്പോൾ ആ തെളിവിൻ്റെ ഒരു കോപ്പി എനിക്ക് കൊടുക്കാനുള്ളൊരു സൗകര്യം കിട്ടുമല്ലോ. അതൊന്ന് കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഈ പെണ്ണ് കേസിനെ കുറിച്ച് മഹേഷിനെ ഞങ്ങളോട് വിശദീകരിച്ച് എങ്ങനെയാണ് നടന്നത്? പ്രേമേന്ദ്രൻ വൈദ്യർ പറഞ്ഞത് ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ആശ്രമത്തിനടുത്ത് ഇദ്ദേഹം താമസിക്കുന്ന സമയത്ത്, അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത്, ഗുരു അതിനെ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അയച്ച സമയത്ത് അടുത്തൊരു വീട്ടിൽ ഒരു പ്രായം ഒരു പെൺകുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കൊണ്ടാണ് അപേക്ഷകളൊക്കെ എഴുതിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അപേക്ഷ എഴുതിക്കുന്ന സമയത്തൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്താ പറയുക, അവിടെ അച്ഛനായിട്ട് സംസാരിക്കുന്ന വേളയിൽ ആ പെൺകുട്ടി അല്പവസ്ത്രധാരിയായിട്ട് വന്നു, ഇദ്ദേഹത്തിനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ എന്നിട്ട് അതങ്ങോട്ട് പോയി. അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു അനുഭവമായിട്ട് മാറി. പക്ഷെ പിന്നീട് ഒരു ദിവസം ഇദ്ദേഹം ആ വീട്ടിൽ ചെല്ലുമ്പോൾ വിളിക്കുകയോ ചെല്ലുകയോ ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞ് അച്ഛൻ്റെ അകത്തിരിക്കേണ്ട, അച്ഛൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മടിച്ച് അകത്തേക്ക് ചെന്നപ്പോൾ ഈ പെണ്ണ് ഇദ്ദേഹത്തെ കയറി കെട്ടിപ്പിടിച്ച സമയത്താണ് ഈ പെൺകുട്ടിയുടെ ആ കാമുകൻ അകത്തേക്ക് കയറി വരുന്നതെന്നാണ് പറയുന്നത്. അവിടെ വെച്ച് വഴക്കുണ്ടായി. ഇദ്ദേഹം ആശ്രമത്തിലേക്കും പോയി. ഈ പയ്യൻ വഴക്കുണ്ടാക്കി തിരിച്ചുപോയി. അതിനുശേഷമാണ് ഇദ്ദേഹം പറയുന്ന ഈ ഒരു സംഭവം നടക്കണമെന്നാണ് മഹേഷണ്ണൻ ഞങ്ങളോട് പറഞ്ഞത്. ഏത് സംഭവം? ഈ പയ്യൻ സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് വരുന്ന വഴി അവിടെ കിടന്ന് അടിയുണ്ടാകുന്നു. നന്നായിട്ട് അടി കൊടുത്തപ്പോൾ അത് പോലീസ് കേസായിട്ട് സ്റ്റേഷനിൽ പോയപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ഒത്തുതീർപ്പാക്കിയപ്പോൾ അവന് പിന്നെ അവിടെ പോലീസുകാരെ കൂടി ചീത്ത പറഞ്ഞു. അവനിഞ്ഞി ഇപ്പം അതാ പറഞ്ഞത്, തെങ്ങയെ പിടിച്ച് കെട്ടിയിടാം. അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പിടിച്ച് കെട്ടിയിടാം. യഥാർത്ഥത്തിൽ ഈ തെറ്റ് ആരുടെ ഭാഗത്താണെന്നുള്ളത് ഇദ്ദേഹം പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് പറയുന്നത്. ഇതല്ല യഥാർത്ഥ ചരിത്രവും ഒരു സംഭവവും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇതിൽ ഞാൻ പെണ്ണ് കേസ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. പെണ്ണ് കേസ് തന്നെയല്ലേ അത് യഥാർത്ഥത്തിൽ. ഇപ്പം എൻ്റെ പേര് വന്ന പോക്സോനെ കുറിച്ച് ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പോക്സോ തന്നെയാണ്. കാരണം വെച്ചാൽ ആ കേസ് കൊടുത്തു, അത് കേസ് കൊടുത്തെന്നുള്ളത് നിലവിലുള്ളതാണ്. FIR ഇട്ടെന്നുള്ള നിലവിലുള്ളതാണ്. സംഭവം നടന്നതെന്നുള്ളത് വേറെ വശം. അതിൻ്റെ രേഖകളും കാര്യങ്ങളും പരിശോധിക്കുമ്പോഴല്ലേ ആ സംഭവത്തിനെ കുറിച്ച് അറിയാൻ പറ്റും. പക്ഷേ ഉള്ളതുപോലെ പറയണ്ടേ നമ്മൾ, ഇല്ലേ? ഇപ്പം ശാന്തിഗിരി എവിടെ പരാതി കൊടുത്താലും ആദ്യം പറയുന്നത് ഒരു ബന്ധമില്ലെങ്കിലും എൻ്റെ പോക്സോ കേസാണ് പറയുന്നത്. മനസ്സിലായോ? പോക്സോ കേസ് പറഞ്ഞ് അതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടേ അവർ അടുത്ത ഇതിലേക്ക് പോകുള്ളൂ. അപ്പോൾ എന്നെ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ 18/6/2014 ഞാൻ DGPക്ക് പരാതി കൊടുത്തു. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സെക്യൂരിറ്റി മാനേജറായിരുന്നു. ആ സമയത്ത് പരാതി കൊടുത്തപ്പോൾ അതിനുശേഷം 7 മാസങ്ങൾക്ക് ശേഷം ഒരു പോക്സോ ആക്ട് പ്രകാരം ഒരു കേസ് ശാന്തിഗിരി സ്കൂളിൽ നിന്ന് എനിക്കെതിരെ പോയി. അതും പ്രകാരം FIR നിലവിലുണ്ട്. കോടതി മുഖാന്തരം കേസ് ഫേസ് ചെയ്യണം. അത് തെളിയിക്കാനുള്ള അനുബന്ധ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അതിന് കണ്ണിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുബന്ധ രേഖകളും കാര്യങ്ങളും കോടതി സംബന്ധിച്ചുകൊണ്ട് എന്ത് പറ്റി? കോടതി കേസ് റദ്ദായെങ്കിലും ഇപ്പോഴും ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കേസ് റദ്ദ് ചെയ്തു എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇദ്ദേഹത്തിനോട് പറയും ഇദ്ദേഹത്തിന് തന്നെ ഇത്ര നാണം വരേണ്ട കാര്യം? പെണ്ണ് കേസുള്ളത് തന്നെയല്ലേ? അതൊരു പെണ്ണ് കേസ് തന്നെയല്ലേ?
സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലല്ലേ കാമുകൻ അടിച്ചത്, അല്ലേ? അപ്പോൾ അത് ഉള്ളതുപോലെ പറയാൻ പഠിക്കണം. എന്താ ഇപ്പം ഇത് സൈഡിൽ കണ്ടോ, ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് ഞാനൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേണ്ടി ഒരു സംഘടനയുടെ പുറത്ത് ഇങ്ങനെ ഇപ്പോൾ ശാന്തിഗിരിയുടെ കേസ് നടക്കുന്ന ശാന്തിഗിരി നവജ്യോതിശ്രീ കരുണാകര ഗുരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ ആ ലേബലിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത 2016. അത് അവർ റദ്ദ് ചെയ്യാൻ വേണ്ടി പല പണികൾ നടത്തുന്നുണ്ട്. ചിലപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതും പ്രകാരം ആ ഒരു മെഡിക്കൽ ക്യാമ്പും വൃക്ഷത്തൈ വിതരണവും ആറ്റിങ്ങൽ വെച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഗുരുരത്നസ്വാമി കൊടുത്ത DGP കൊടുത്ത പരാതിയാണ് ഈ കാണുന്നത്. ആ പരാതിയിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുന്നു, മനസ്സിലായില്ലേ? DGP കൊടുത്ത പരാതി. ആ പരാതി എന്നിട്ട് ഈ പരാതി എന്ത് ചെയ്ത് ഇദ്ദേഹം പരാതി അവിടെ കൊടുക്കുകയും ചെയ്ത് ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും മെയിൽ അയക്കുകയും ചെയ്തു. മെയിൽ അയച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവരും ഉണ്ട് എല്ലായിടത്തും. അവരെനിക്ക് കൃത്യമായിട്ട് എടുത്തു തന്നു ഈ പ്രിൻ്റ് ഔട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അങ്ങനെ അത് ഉള്ളതുപോലെ പറയണ്ടേ നമ്മൾ, ഇല്ലാതെ പറയണത് എന്തിനാണ്? അത് മഹേഷ് എണ്ണം പറഞ്ഞതാണ് ഞാനിപ്പം പറഞ്ഞ കഥ, ആ ഒരു ചരിത്രം പറഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടി വന്ന് കെട്ടിപ്പിടിക്കുകയും ആ കാമുകം വന്ന് കാണുകയും അതിൻ്റെ പേരിൽ അടിയുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കേസ്. ആ കേസ് മഹേഷ് എണ്ണം പറഞ്ഞത് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. പെണ്ണ് കേസ് തന്നെയാണ്, ഇല്ലേ? അപ്പം അത്രയും പറഞ്ഞുള്ളൂ. അല്ലാതെ പിന്നെ മഹേഷ് എണ്ണൻ അതിന് വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പെണ്ണിനെ ആസ്പദമാക്കേണ്ട ഒരു കേസാണ്, അത് തന്നെ കേസ്. അതിലെന്താ തെറ്റി? അപ്പം അടുത്ത കേൾക്കാം. പിന്നുള്ളത് എന്താ, ഞാൻ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുടുംബക്ഷേത്രം മാടൻ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് പോയെന്നുള്ളത്, ആ ക്ഷേത്രം എനിക്കൊന്ന് കാണിച്ചു തരാമോ ചന്ദ്രബാബു? ദയവായി എനിക്കൊന്ന് കാണിച്ചില്ല. ഈ കല്ല് വെച്ച് പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ പറയുന്നതിന് ഒരു ഉളുപ്പുമില്ല. താൻ ആണ് തന്നെയാണോ? ഒരു വ്യക്തിത്വമുള്ള വ്യക്തി തന്നെയാണോ താൻ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ദേവീക്ഷേത്രവും, ഒരു മാടൻ ക്ഷേത്രവും ഞങ്ങളുടെ കുടുംബക്ഷേത്രവുമായിട്ടില്ല. ഞാൻ ഒരിടത്തും പൂജയ്ക്കും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ചന്ദ്രബാബു പറയുന്നതെല്ലാം കേട്ട് ചന്ദ്രബാബുവിൻ്റെ അടിമയുള്ള കാലം ജീവിച്ചോളാം. ഒന്ന് കാണിച്ചു തരാമോ? എൻ്റെ തെളിവും ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഇത് പണ്ട് രാധയും സോമനാഥനും കൂടി, ഡോക്ടർ സോമനാഥനും രാധയും കൂടി ചേർന്ന് എവിടെ എഴുതി പിടിപ്പിച്ച ഒരു സാധനമാണിത്, പച്ചക്കള്ളം. അതാണ് ചന്ദ്രബാബുവും ഇപ്പൊ പറയുന്നത്. അപ്പൊ അവരുടെ വഴിക്ക് തന്നെയാണ് ചന്ദ്രബാബു എന്നുള്ളതിന് ഇതിൽ പരം വേറെ തെളിവൊന്നും വേണ്ട. അവര് പറയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി എന്നെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചന്ദ്രബാബുവിന്റെ ഒരേ ഒരു ലക്ഷ്യം, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പറയുന്നത് കൊണ്ട് എന്നെ അങ്ങ് ഒതുക്കിക്കളയാം എന്നാണ് ചന്ദ്രബാബു വിചാരിക്കുന്നതെങ്കിൽ ചന്ദ്രബാബുവും രാധയും ഹരിയെന്ന് വിചാരിച്ചാൽ എന്നെ ഒതുക്കാൻ പറ്റില്ല. അത് ഗുരു തന്നെ വിചാരിക്കണം, അല്ലാതെ എന്നെ ഒതുക്കാൻ പറ്റില്ല കേട്ടോ. അത് പിന്നെ വിശ്വാസികൾ കുറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമായിരിക്കും കുറച്ചു കാലത്തേക്ക്. സത്യം എന്നായാലും പുറത്തു വരുമ്പോൾ അവർക്ക് പൂർവാധികം ശക്തിയോടെ തന്നോട് തന്നെ ആയിരിക്കും ശത്രുതയും വിരോധവും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക അഴിമതിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗുരുമാർഗം പ്രകാശ സഭ വിടുന്നതിനുള്ള ഈ സാമ്പത്തിക തിരിമറി കണ്ടെത്തി എന്നുള്ളതാണ്. അല്ലാതെ ഇത് ചന്ദ്രപുരത്തെ പ്രശ്നം താൻ സംസാരിച്ചൊരു കാരണമാക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അതെല്ലാവർക്കും കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അന്ന് നിർവാഹക സമിതി ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം എന്നെ പുറത്ത് ചാടിക്കാനുള്ള ഒരു കാരണം താൻ ഉണ്ടാക്കുകയായിരുന്നു. അത് ബിജു നെല്ലിക്കാട് കോയിലിനെ കൊണ്ടാണ് അത് തുടക്കം കുറിച്ചത്. അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ അതൊന്നും ആയിരുന്നില്ല കാര്യം, അതൊരു ഗൂഢാലോചനയായിരുന്നു. അജിത്തും ചന്ദ്രബാബുവും ഡോക്ടർ ബീനയും ബിജു നെല്ലിക്കാട് കോയിലും ജ്യോതിയും എങ്ങനെ കുറച്ചു പേര് ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു ഇതെല്ലാം നടന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് മാടൻ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു, പൂജാരി അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു സമകാലിക റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ വഴക്കിട്ട് പോയിട്ട് മാടൻ ക്ഷേത്രത്തിൽ പൂജാരി ആയെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ണിക്കാൻ പറ്റിയത് അദ്ദേഹമല്ലേ പറയേണ്ടത്, ഞങ്ങളല്ലല്ലോ. ഇപ്പം ഇദ്ദേഹം എന്തോരം ആരോപണങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു, അതൊക്കെ ഇദ്ദേഹമല്ലേ തെളിയിക്കേണ്ടത്. മാടൻ ക്ഷേത്രത്തിൽ ഇദ്ദേഹം പൂജാരി അല്ലായിരുന്നു എന്നുള്ള അദ്ദേഹം തെളിയിക്കണം, അല്ല ഞാൻ തെളിയിക്കേണ്ട കാര്യമില്ല. അത് സമകാലികരായ ആൾക്കാരിൽ നിന്നുള്ള അറിവാണ്. അത് തന്നെയാണ് പറഞ്ഞത്, അറിവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുള്ളൂ, അത് സ്ഥാപിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ
ഒരു ആരോപണമുണ്ട്. ആരോപണമാണോ അല്ലേ എന്നുള്ള അദ്ദേഹമാണ് തെളിയിക്കേണ്ടത്, ഞാനല്ല. അപ്പം അടുത്ത കാര്യം, ഞാൻ ഈ സതികുമാർ അയച്ച കത്ത് കൈപ്പറ്റാതിരുന്നത് സതികുമാർ വീട് വാടകയ്ക്ക് കൊടുത്തതുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസ് കൊണ്ടൊന്നുമല്ല. സതികുമാർ ഇതിലൊരു കക്ഷിയല്ല. ഞാൻ കത്ത് വാങ്ങാതിരുന്നതിൽ സതികുമാറിനൊരു റോളുമില്ല. സതികുമാർ അയച്ചത് കൊണ്ടല്ല ഞാൻ വാങ്ങാതിരുന്നത്. താൻ കത്ത് അയച്ചതിലൂടെ താൻ വിചാരിച്ചത് എന്നെ കൂടി താൻ കോഴിക്കോട്ടൊക്കെ പ്രചരിപ്പിച്ചെന്നറിഞ്ഞു. ചന്ദ്രബാബുവും മഹേശനും കൂടി യോജിച്ചാണ് പ്രവർത്തനം എന്നൊക്കെ പ്രചരിപ്പിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. എന്ത് വേണേലും പ്രചരിപ്പിച്ചോളൂ, സത്യം അതല്ലല്ലോ. പിന്നെ അപ്പം ഒന്നിച്ചു പോകണം, സഹകരിക്കണം. ഞാൻ കന്യാകുമാരിയിലെ കുമാറിനെ വിളിച്ച് പറഞ്ഞില്ലേ സഹകരിക്കണം. എനിക്ക് കുറച്ച് മഹേശ്വരനോടും പ്രസാദ് സാറിനോടും മറ്റുള്ളവരോടൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങൾ വഴങ്ങിയില്ല. താൻ വിചാരിക്കുന്നിടത്ത് ഞങ്ങളെ കിട്ടുന്നില്ല. ഞങ്ങൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ പണപ്പിരിവ് കുറെ കൂടി പരിപോഷിപ്പിക്കാം. ഇപ്പൊ ഞങ്ങൾ മാറി നിൽക്കുന്ന കാരണം അത് നടക്കുന്നില്ല. അപ്പൊ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിപ്പിച്ചെടുത്താൽ താങ്കളുടെ ലക്ഷ്യം നിറവേറ്റാം എന്നുള്ളത് കൊണ്ട് ആ ലക്ഷ്യം മുൻനിർത്തിയാണല്ലോ താങ്കളൊരു കത്തയച്ചത്, സതികുമാറിനെ കൊണ്ട് കത്തയപ്പിച്ചത്. പക്ഷേ ഈ ഗൂഢാലോചന ഞാൻ പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയ ഗൂഢാലോചനയുടെ ഒന്നാം പ്രതി അജിത്തും രണ്ടാം പ്രതി ചന്ദ്രബാബുവാണ്. അതിന്റെ റോൾ ഏറ്റെടുത്ത് നിർവഹിച്ചത് ചന്ദ്രബാബുവാണ്. അപ്പൊ ആ ഗൂഢാലോചനയെ പറ്റി തുറന്നു പറഞ്ഞ് വിശ്വാസികളെ അടുത്ത് സത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഗുരുവിനോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ സഹകരിക്കുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് കത്ത് വാങ്ങാത്തതെന്ന് പറഞ്ഞു. അതിനെ സതികുമാറിനെ ഇതിലൊരു കക്ഷിയാക്കി പിടിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പോ താങ്കൾക്ക് അതല്ല, താങ്കൾക്ക് വേറെ രീതിയിൽ ഇതിനെ കൊണ്ടുവരണം. ഇതിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, സതികുമാർ അയച്ച കത്ത് കൊണ്ടല്ല, അതായത് GSSന്റെ ജനറൽ സെക്രട്ടറിയായ സതികുമാർ അയച്ച ആ കത്ത് കൊണ്ടല്ല ആ കത്ത് ഇപ്പം ഞാൻ അത് വാങ്ങിക്കാരുതെന്ന് ഇപ്പോൾ പറയുന്നു. പക്ഷേ ഇദ്ദേഹം മുന്നേ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ഇടാം. അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഇദ്ദേഹം വേറെ കാര്യം, കോഴിക്കോട് മഹേശ്വരനുമായിട്ട് ചേർന്ന് ഇപ്പോൾ ചന്ദ്രബാബു പ്രവർത്തിക്കുന്നതെന്ന് ആരോ പറഞ്ഞെന്ന്. ആളുടെ പേര് പറയാത്ത എന്താണ്, പേര് പറയണ്ടേ? ഞാനങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞില്ല. പിന്നെ കുമാരനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭിന്നിച്ച് നിൽക്കേണ്ട, ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. ഞാൻ ഗുരുമാർഗം പ്രകാശ സഭയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കൂ. അപ്പം ഞാനുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കണ്ട, മറ്റുള്ളവരെല്ലാം കൂടി ഒന്നിപ്പിക്കാൻ ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ എൻ്റെ കൂടെ വരാനോ അല്ല ഇവർ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ അവരുടെ കൂടെ ഗുരുവന്ദനം പ്രാർത്ഥനാ യോഗത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരില്ല, അത് ഒരുമിച്ച് പോകാനുള്ള ശ്രമം നടത്തും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇദ്ദേഹം തന്നെ അതിന് മുമ്പ് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്, ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ഈ മഹേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം അതൊക്കെ മറന്നുപോയി. മദ്യക്കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇദ്ദേഹം പൂലന്തറയിലല്ല ഇദ്ദേഹം ധർണ നടത്തിയത്, കല്ലുങ്കൽ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലാണ് ആ മദ്യക്കേസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടി ആൾക്കാരെ ആഹ്വാനം ചെയ്തത് ഇതേപോലെ എല്ലാവരും കൂടി ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു ഐഡിയ ഞാൻ എന്താ പറയുക, എല്ലാവരെയും ചേർക്കാനൊന്ന് ശ്രമം നടത്തി. അത്രയും നാളിൽ സംഭവിച്ചുള്ളൂ. അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക, വേറൊരു സംഘടനയായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഗുരുധർമ്മ സംരക്ഷണം ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞൊരു വോയിസ് കേൾക്കുക, സതികുമാറിനെ അയച്ചതുകൊണ്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വോയിസ് കേൾക്കേണ്ടതാണ് എല്ലാവരും. കാരണം ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഘടകവിരുദ്ധമായിട്ട് തോന്നണ പോലെ ഇദ്ദേഹം സംസാരിക്കും. മനസ്സിലായില്ലേ? ആ വോയിസ് കേട്ടിട്ട് അടുത്തതിലേക്ക് പോകാം. സദ്ഗുരുവേ ശരണം. ഈ ചന്ദ്രബാബു ഇന്നലെ ഇട്ട വീഡിയോയുടെ ഒരു കാര്യം പറയാനായിട്ടാണ്. ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കത്തയക്കാതിരിക്കുന്നതായിരിക്കും ഉചിതമായ, അതിൽ പറയുന്ന രീതിയിൽ സതികുമാറിൻ്റെ രജിസ്റ്റേർഡ് കത്ത് വരും, അത് സ്വീകരിച്ച് എല്ലാവരും വരണമെന്നാണ് പറയുന്നത്. ഞങ്ങളതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം ഈ സതികുമാർ എന്ന വ്യക്തിത്വം സംശുദ്ധമായ ഒരു വ്യക്തിയാണ്, ഗുരുമാർഗത്തിൽ ചലിക്കുന്ന ഒരു വ്യക്തിയാണ്, ഗുരുവിശ്വാസിയാണെന്ന് ബോധ്യപ്പെടുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, ഒരു സംഘടനയുടെ ലേബലിൽ വിളിച്ചു ചേർക്കുന്ന ഒരു യോഗത്തിൽ ഞങ്ങൾ വരില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു യോഗത്തിന്റെ മീറ്റിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഗുരുമാർഗം പ്രകാശ സഭയുടെ പേരിൽ വിളിക്കുന്നതായിരിക്കണം. അത് നമ്മളെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ സംഘടനയാണ്. ആ ഒരു സംഘടന
എല്ലാവരുടെയും തെറ്റിദ്ധരുത്തി ആ സംഘടനയുടെ ഒരു പുതിയ ഭാരവാഹിത്വം, ആ പുതിയ ഭാരവാഹിത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്കോ ഞങ്ങളെ കൂടെ വയ്ക്കുന്ന ആരും തയ്യാറല്ല. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആകാം, അതിലൊന്നും ഒരു വിരോധവും ഇല്ല. അപ്പോ അങ്ങനെ സംശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ഗുരുമാർഗം പ്രകാശ് സഭയുടെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാം തയ്യാറാണ്. പക്ഷെ അതല്ലാതെ ഗുരുവിശ്വാസികൾ വിളിച്ചു കൂട്ടുന്ന യോഗത്തിലല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കത്തയക്കരുതെന്ന് ദയവായി ഒന്ന് പറയുക. പിന്നെ ഒന്ന്, ഈ സതികുമാർ എന്ന് പറയുന്ന ഈ നിങ്ങൾ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ഇപ്പൊ ഞാൻ എൻ്റെ കാശിന്റെ കാര്യം ആവശ്യപ്പെട്ടപ്പോഴും രാധിക എന്നോട് പറഞ്ഞത്, ഞാൻ രാധികയ്ക്ക് ഈ മെസ്സേജ് ഇടുന്നത് ട്രഷറർ എന്നുള്ള സ്ഥാനം കാണുന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ രാധികയെ പരിചയപ്പെട്ടത് മുതൽ എൻ്റെ ഒരു അനുജത്തി, എൻ്റെ സഹോദരി എന്നുള്ള നിലയിലാണ് ഞാൻ കണ്ടിരുന്നത്. ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ ഒരുപാട് രാധിക വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഗുരുവിന്റെ മാർഗത്തിൽ, എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടുള്ള അല്ലാന്ന് എനിക്കറിയാം. ഗുരുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും അതിന് വഴിപ്പെട്ടത് പോയത് കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്തെങ്കിലും അലോസരപ്പെടുത്താനോ ശല്യപ്പെടുത്താനോ ഒന്നുമല്ല. രാധികയോടാണ് സ്വതന്ത്രമായിട്ട് പറയാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ സതികുമാർ എന്ന് പറയുന്ന വ്യക്തിത്വം രാധികയുടെ വീട്ടിൽ ഈ ഗുരുമാർഗം പ്രകാശ സഭയിലെ പ്രശ്നങ്ങളുണ്ടായി ഞാൻ മാറി എന്നെ ആജീവനാന്തം പുറത്താക്കിക്കൊണ്ടുള്ളൊരു തീരുമാനം എടുത്തത് രാധികയുടെ വീട്ടിൽ ചേർന്ന പൊതുയോഗമാണ്. അപ്പോൾ അത്തരം ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ കന്യാകുമാരിയിലെ സതികുമാർ, ആനന്ദ്, പിന്നെ പ്രസാദ്, അവരെല്ലാം അന്ന് ഗുരുവന്ദനം പ്രാർത്ഥന യോഗത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നിന്നത്. ഈ ഗുരുമാർഗം പ്രകാശ സഭയ്ക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു 38 പേര് ചേർന്ന് പ്രസിഡന്റ് ശ്രീ ശശിയുദയ ഭാനുവിന് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്ത 38 പേരിൽ ചേർന്നിരുന്ന വ്യക്തികളാണ് ഇവർ 3 പേരും. ഇവർ 3 പേരും നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗുരുമാർഗം പ്രകാശ് സഭ രാധികയുടെ വീട്ടിൽ വെച്ച് നടത്തിയ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം നടത്തിയ ആദ്യ മീറ്റിങ്ങിൽ ഇവരെ ക്ഷണിച്ചു. അപ്പൊ അവർ പോകുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഗുരുമാർഗം പ്രകാശ് സഭയുടെ ജനറൽ ബോഡി വിളിക്കാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടും. ജനറൽ ബോഡി വിളിച്ചിട്ട് ഈ ഗുരുമാർഗം പ്രകാശ് സഭയ്ക്കകത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഈ സതികുമാറിനോട് രാധികയ്ക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിന് അവര് വില്ലിങ് അല്ലെങ്കിൽ അവർ തയ്യാറായില്ലെങ്കിൽ ആ സംഘടനയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഗുരുവന്ദനം പ്രാർത്ഥന യോഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് രാധികയുടെ വീട്ടിലെ മീറ്റിങ്ങിന് പോയത്. ഇവരവിടെ ചെന്നിട്ട് ഈ ആവശ്യം ഉന്നയിച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ എന്തായാലും പൊതുയോഗം ജനറൽ ബോഡി വിളിക്കുകയോ ഗുരുവന്ദനം പ്രാർത്ഥന ഗുരുമാർഗം പ്രകാശ് സഭയുടെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയോ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യാതെ തന്നെ ഇവര് ചില സ്ഥാനമാനങ്ങളും പ്രലോഭനങ്ങളും സ്വീകരിച്ച് ഗുരുമാർഗം പ്രകാശ് സഭയുടെ കൂടെ അവർ ചേർന്ന് പ്രവർത്തിക്കാനാണ് അവർ തയ്യാറായത്. അതിലൊരാളാണ് സതികുമാർ. അപ്പൊ ആ സതികുമാറിനെ ഗുരു ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ഓരോ വ്യക്തികളെയും. അങ്ങനെ ബോധ്യപ്പെട്ട ഒരു വ്യക്തിയെ ഇനി ഗുരുവിന്റെ മാർഗത്തിലെ ഒരു ഗുരുവിശ്വാസി അല്ലെങ്കിൽ ഗുരുവിന്റെ അനുയായി എന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗുരുവാക്കും ഗുരുമാർഗവും ഗുരുവിന്റെ ധർമ്മവും അറിയുന്ന ഒരാളിനും ഈ രീതിയിൽ വിശ്വാസവഞ്ചന നടത്താൻ പറ്റില്ല. അത് കൊണ്ട് ഈ സതികുമാർ ഞങ്ങളെ ഈ ഇങ്ങനെ ഒരു യോഗത്തിന് വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഗുരുവിശ്വാസികൾ, വളരെ എളിമയോടെ പറയട്ടെ, ഗുരുവിശ്വാസികൾ മാത്രം, ഗുരുവിശ്വാസികൾ എന്ന പേരിൽ വിളിച്ചാൽ എവിടെ വേണേലും വരാം. അത് സതികുമാറിന് അതിൽ റോളൊന്നുമില്ല. ഗുരുവിശ്വാസി അല്ല അദ്ദേഹം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാരണം ഒരു വിശ്വാസ വഞ്ചകനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമുക്ക് ഗുരുവിശ്വാസി ആയിട്ട് കാണാൻ പറ്റാത്തത്. അങ്ങനെ ഒരാള് ഗുരുവിശ്വാസത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചാൽ വരേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല.
2, ഇദ്ദേഹം ആദ്യത്തെ ഗുരുവിന്റെ നമ്മുടെ ലയനം ഗുരുമാർഗം പ്രകാശ് സഭയുടെ പേരിൽ നടത്തിയ ആദ്യത്തെ ലയനം, ഗുരുവിന്റെ ആദിസങ്കല്പ ലയനം കന്യാകുമാരിയിൽ വെച്ചാണ് ചെയ്തത്. അന്ന് കന്യാകുമാരിയിലെ യൂണിറ്റിന്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഈ സതികുമാറാണ് സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല വഹിച്ചത്. ആ പരിപാടിക്കുള്ള ചെലവെല്ലാം നടത്തിയത് ഈ സതികുമാറാണ്. സതികുമാർ ആവശ്യപ്പെടുമ്പോഴെല്ലാം സംഘടനയിൽ നിന്ന് പൈസ അയച്ചു കൊടുത്തു. പൈസ കിട്ടാതെ വരുമ്പോൾ സതികുമാർ നേരിട്ട് എന്നെ വിളിക്കും, അല്ലെങ്കിൽ അതിനെ കൊണ്ട് വിളിപ്പിക്കും. കാശ് കുറവുണ്ട്, അയച്ചു തരണമെന്ന് പറയും. ഞാൻ അജിതിനെ കൊണ്ടും അപ്പൊ തന്നെ പൈസ അയച്ചു കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്ത കാശ് അന്നത്തെ ചെലവ് മൊത്തം ചെലവ് ചെയ്തത് പണ്ട് വിനിയോഗിച്ചത് ഈ സതികുമാറാണ്. എന്നിട്ട് പരിപാടി കഴിഞ്ഞ് കണക്ക് ആവശ്യപ്പെടുമ്പോൾ സതികുമാർ കണക്ക് തരാൻ തയ്യാറായില്ല. പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കണക്ക് തരാൻ, വല്ലാത്തൊരു ഇതാണ്. അപ്പൊ എൻ്റെ അടുത്ത് പലതവണ അവധി പറഞ്ഞു, എനിക്ക് അവിടെ പരിപാടി ഇവിടെ പരിപാടി, അതിന്റെ തിരക്കായിപ്പോയി ഇതിന്റെ തിരക്കായിപ്പോയി, അതുകൊണ്ട് കണക്ക് തയ്യാറാക്കാൻ പറ്റിയില്ല മഹേഷണ്ണ, അതുകൊണ്ട് എനിക്ക് ഇത്തിരി സമയം കൂടെ തരണം എന്നൊക്കെ പലതവണ പറഞ്ഞു. അവസാനം ഒരു വെള്ള പേപ്പറിൽ പുള്ളി എന്തൊക്കെയോ കുറെ കുറിച്ച് ഒരു കണക്കെന്നും പറഞ്ഞ് സാധനം തന്നു. അപ്പൊ നമ്മൾ ചോദിച്ചത് ഇങ്ങനെ തന്നാൽ പോരല്ലോ, ഇതിന്റെ ബില്ല്, റെസിപ്റ്റ്, വൗച്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം വേണമല്ലോ, ഇതില്ലാതെ എങ്ങനെ ഈ ഡോക്യുമെന്റ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ കണക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോ, അയ്യോ എനിക്കത് ഇങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ് മഹേഷണ്ണ, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരി, എന്നാ പിന്നെ ഇനിയിപ്പോ നമുക്ക് വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, ഈ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു എക്സ് മിലിറ്ററിക്കാരനാണെന്നാണ് പറയുന്നത്. ഒരു എക്സ് മിലിറ്ററിക്കാരനായ ലോകപരിചയവും ഒക്കെ ഉള്ള ഒരാളിന് ഒരു സംഘടനയുടെ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അതിന്റെ കണക്ക്, റെസീറ്റ്, വൗച്ചർ, ബില്ല് ഇതെല്ലാം സൂക്ഷിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ പോലും ബില്ല് ചോദിച്ചു വാങ്ങാറുണ്ട്. അങ്ങനെയുള്ള ബില്ല് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് അങ്ങ് വെള്ളം തൊടാതെ നമ്മൾ വിഴുങ്ങും എന്ന് ഇയാൾ കരുതി, എനിക്കത് തെറ്റാണ്. അപ്പോ ആ കാര്യത്തിൽ ഒരു അച്ചടക്കമില്ലായ്മ, ഗുരുവിശ്വാസികളുടെ പണം വിശ്വാസികൾ സമർപ്പിച്ച, ഗുരുവിന് വേണ്ടി സമർപ്പിച്ച പണം വിനിയോഗിക്കുമ്പോൾ പോലും ആ സത്യസന്ധതയും ആ ധാർമ്മികതയും പുലർത്താത്ത വ്യക്തിയാണ് ഈ സതികുമാർ. എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് തീരെയില്ല. ഇദ്ദേഹം അവസാനം സുധീറിനെ, നമ്മുടെ അംഗബന്ധുവായ സുധീറിനെയും കുടുംബത്തെയും ഇദ്ദേഹത്തിന്റെ ഒരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നു. ആ വീട്ടിൽ താമസിച്ച് കുറെ കാലമായി. ആ വീട്ടിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. പുറത്തു നിന്നുകൊണ്ടോ സുധീറിനെ സ്വാധീനിച്ചൊക്കെ. അത് കൂടാതെ ഇദ്ദേഹം അവർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്ന തുക ഇദ്ദേഹം പിടിച്ചു വെച്ചു, കൊടുത്തില്ല. ഇപ്പോഴും കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. കാരണം വീടിന് ക്രാക്ക് വീണു. ഇത് അവർക്ക് പെയിന്റ് അടിക്കാതെ കൊടുത്ത വീട് ഇദ്ദേഹം പെയിന്റ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് അവരെ നിന്ന് പൈസ വാങ്ങി, പൈസ ഈ അഡ്വാൻസിൽ നിന്ന് പൈസ ഈടാക്കി. അങ്ങനെ ഇല്ലാത്ത കണക്കുകൾ പറഞ്ഞ് ആ അഡ്വാൻസ് തുക വിഴുങ്ങിയ ആളാണ് ഈ സതികുമാർ. ഒരാത്മബന്ധു, ഗുരുവിശ്വാസി മറ്റൊരു ഗുരുവിശ്വാസിയോട്, ബന്ധുവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം. ഇങ്ങനെയുള്ള ഒരാളിനെ ഗുരുവിശ്വാസിയായിട്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് ഗുരുവിശ്വാസിയല്ലാത്ത, ഗുരുവിന്റെ മാർഗം അറിയില്ലാത്ത, ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോ ഗുരുവിന്റെ പാദവന്ദനം ചെയ്യുന്നതിന് പോലും ഈഗോ കാരണം അനുവദിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ സതികുമാർ. വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക, ആരുടെതെങ്കിലും അന്വേഷിച്ച് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഗുരുവിശ്വാസിയായ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഗുരുവിശ്വാസിയായെന്നും ഗുരു അനുയായിയായെന്നും ഒക്കെ പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളിയുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. സ്ഥാനമാനങ്ങൾ വേണം, അതിന്റെ പേരിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണം, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു ഗുരുവിശ്വാസം ഇദ്ദേഹത്തിനില്ല. അദ്ദേഹം വേണമെങ്കിൽ കരഞ്ഞു കാണിക്കും. അത് പിന്നെ വളരെ സമർത്ഥനാണ്, മിടുക്കനാണ്, അഭിനേതാവാണ്, നല്ലൊരു അഭിനേതാവാണ്, ഓസ്കാർ കൊടുക്കേണ്ട അഭിനേതാവാണ്. അത് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ അതിനപ്പുറം ഗുരുവിന്റെ സത്യസന്ധത, വ്യക്തിത്വം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് തീരെയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾക്ക് കത്തയപ്പിക്കരുതെന്ന് പറയണം. ഞങ്ങൾ സ്വീകരിക്കില്ല. ഒരു സംഘടനയുടെ പേരിലും വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ
യോഗങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല. ഗുരുവിശ്വാസികൾ വിളിച്ചു ചേർക്കുന്ന ഏത് യോഗത്തിലും അത് സത്യസന്ധമാണ്. ഗുരുവിശ്വാസികളെല്ലാം പങ്കെടുക്കും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണ്. അത് എല്ലാവരും കൂടി ആലോചിച്ച് ഉറച്ച് ചെയ്ത് വിളിച്ചു വിടേണ്ട. അല്ല നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ച് നിങ്ങൾ തീരുമാനമെടുത്തിട്ട് നമ്മളെല്ലാം അങ്ങ് വിളിച്ചാൽ ഞങ്ങളെല്ലാം ഓടി വരും എന്ന് കരുതുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ വില കുറച്ച് കാണുന്ന ഒരു മനോഭാവമാണ് അതിനകത്തുള്ളത്. അപ്പൊ അതൊന്നും വേണ്ട. അങ്ങനെ ഉദ്ദേശമുള്ളവർക്ക് ചെയ്ത തെറ്റ് തുറന്ന് വിശ്വാസികളുടെ മുമ്പാകെ തുറന്നു പറയട്ടെ. ഈ മുട്ടിന് വീഡിയോ ഇടുന്നുണ്ടല്ലോ, ആ വീഡിയോയിൽ ഒരു വീഡിയോ ഈ വിഷയത്തെ കുറിച്ച് കൂടി ആകട്ടെ. ഗുരുമാർഗ പ്രകാശ സഭയെ ഗുരു ശാന്തിഗിരിയിലെ അപജയങ്ങളും ഗുരുവിന്റെ മാർഗവും ഒക്കെ നശിപ്പിച്ചത് തിരുത്താനും തിരിച്ചെടുക്കാനും വേണ്ടി ചെയ്ത കർമ്മം, അതിനുവേണ്ടി ഉണ്ടാക്കിയ ഗുരുമാർഗം പ്രകാശ സഭയെ തകർത്തെറിഞ്ഞ ഏത് സാഹചര്യത്തിലാണ്, ആരാണ് അതിന് ഉത്തരവാദി, ആരൊക്കെ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്നെല്ലാം തുറന്നു പറഞ്ഞ് ഗുരുവിശ്വാസികളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ട് ഗുരുവിനോട് മാപ്പ് പറയട്ടെ. ഒരു വീഡിയോ അതിനും കൂടി ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം സത്യസന്ധത ചമയുന്നതും മാന്യന്മാരാകുന്നതുമാണ് നല്ലത്. അതിനു മുമ്പ് അവർക്ക് ആർക്കും സത്യസന്ധതയോ മാന്യതയോ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യം ചെയ്യേണ്ട കർമ്മം ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോ അങ്ങനെ അവര് നിഷ്കളങ്കരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിവർത്തനം സംഭവിച്ചു എന്ന് തെളിയിക്കട്ടെ. ഞങ്ങളുടെ തെറ്റാണെങ്കിൽ ഞങ്ങളുടെ തെറ്റും പറയാം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ തിരുത്താൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റും. അങ്ങനെ തന്നെയാണ് വേണ്ടത് ഗുരുപരമ്പരയിൽ. അപ്പൊ അതിന് തയ്യാറായാൽ മാത്രമേ ഇവർ പറയുന്ന വാക്കുകളെല്ലാം ഞങ്ങൾ മുഖവിലേക്ക് എടുക്കൂ. ഇല്ലെങ്കിൽ അർഹിക്കുന്ന, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യും. ഗുരുവേശ്വരണം കേട്ടില്ലേ? എന്തെല്ലാം കുറ്റങ്ങളാണ് സതികുമാറിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത്? 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്ത് കൊല്ലത്ത് പോയിട്ട് ആ ഗുരുമാർഗം പ്രകാശപ്പഴയുടെ കൂടി പോന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയോ? അന്ന് കന്യാകുമാരിയിൽ നിന്ന് വന്ന് പ്രസാദണ്ണൻ, ആനന്ദണ്ണൻ, സതിയണ്ണൻ, മറ്റേ നമ്മുടെ സുധീർ സാർ, ഇത്രയും പേരാണ് വന്നത് ആ മീറ്റിംഗ് പങ്കെടുക്കാൻ കൊല്ലത്തുള്ള. അതിൽ വന്നപ്പോൾ ഇദ്ദേഹം അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടപ്പോൾ അവർ സംഘടന കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹം പുതിയതായിട്ടുണ്ടാക്കിയ ഗുരുവന്ദന പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലാതായി. കാരണം ഇദ്ദേഹം വാക്കുകൾ കൊണ്ട് വെറുതെ അനാവശ്യമായി പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയൊന്നും ചെയ്യില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ഒരിടത്ത് വയറ്റാട്ടി പേരെടുക്കാൻ പോയി ഇരട്ടപ്പറ്റെന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിച്ച് അവരെ ഇരുത്താൻ വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്, കൂടെ നിന്നില്ലെന്ന്. അതുകൊണ്ട് സതികുമാറിന് യോഗ്യതയില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? സതികുമാർ കന്യാകുമാരിയിൽ ഈ ആദിസങ്കല്പ ലേഖനത്തിന് പണം തട്ടിച്ചെന്നുള്ളത് മനസ്സിലായോ? അവിടെ ആ ഫങ്ഷൻ എല്ലാം നടത്തിയത് അവരാണ്. അവിടെ പോയി ഉണ്ടുറങ്ങി പോകുന്നേയുള്ളൂ ഈ മഹേഷണ്ണൻ. അതിനുവേണ്ടി യാതൊരു കോൺട്രിബ്യൂഷൻ ചെയ്തില്ല. എന്തോ കുറച്ച് പൈസ കൊടുത്ത് അതുമാത്രമേ ചെയ്തുള്ളൂ. ആ ആൾ അവരവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവർക്ക് എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണത്. അവർക്ക് ഈ ഒരു അനുഭവ സമ്പത്തില്ല. അവർക്കായിരിക്കും വീട്ടിൽ ബില്ല് മേടിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അവർ ഭാര്യയുടെ ചിലവിലല്ല കിടക്കുന്നത്. ഇദ്ദേഹം വീട്ടിൽ ഇദ്ദേഹത്തിന് ബില്ല് കൊണ്ട് ബോധ്യപ്പിടിച്ച് ശീലമുണ്ട്. പക്ഷെ അവരങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അവർക്ക് പരിപാടി ഗംഭീരമാണ്. അവരത് നല്ല രീതിയിൽ ചുരുങ്ങിയ ചിലവിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തു. പക്ഷേ അവസാനം വന്നപ്പോൾ ബില്ല് കിട്ടേണ്ട ഒരു സ്ഥിതി വന്നപ്പോഴാണ് നമ്മളവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ പലതും സംഘടിപ്പിച്ച് തരാൻ പറ്റുന്നത് സംഘടിപ്പിച്ച് തന്നു. ഈ പച്ചക്കറിക്കടയിൽ തുണ്ടല്ലാതെ ബില്ല്, GST ബില്ല് കിട്ടുമോ പച്ചക്കറിക്കടയിൽ? ഇദ്ദേഹത്തിന് ബോധമെന്ന് പറയുന്ന അശേഷമില്ല. ഇദ്ദേഹം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും പോലെ ഈ പച്ചക്കറി കടയിൽ നിന്നും പാത്രക്കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്ന ബില്ലുകളൊക്കെ അവർ തന്നിട്ടുണ്ട്. അതും ഒരു കുറവായിട്ട് സാമ്പത്തികമായിട്ട് സതിയെണ്ണം പറ്റിച്ചു എന്ന് പറഞ്ഞു. അതും ഒരു കുറവായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് വെച്ചാൽ ഉത്തമ ഒരു ഗുരുവിശ്വാസി അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് പാടുള്ള പോലെ വന്ന് പരമ്പരയിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഗുരുവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഗുരുവിന് അത്രയും വിശ്വാസമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതുകൂടാതെ ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ സതിയെ കുറിച്ച്. യോഗ്യതയില്ലെന്ന്, ഒരു ജനറൽ സെക്രട്ടറി ആണുള്ള യോഗ്യതയില്ലെന്ന്. അത് നമുക്ക് അതിന് മറുപടിയായിട്ട് സതിയെണ്ണം തന്നെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ശരണം. നമ്മുടെ മഹേഷണന്റെ
വാക്കുകളുടെ കള്ളം പറയുന്നതിൻ്റെ രീതി, അത് ചന്ദ്രബാബു ഇട്ട വീഡിയോയ്ക്ക് മറുപടിയായി ചെയ്തിരിക്കുന്നതിലും മകേഷ് അണ്ണൻ പച്ച കള്ളം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്നും പറയണ്ട, അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു ആ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഇത്രയും പറയണമെന്ന് തോന്നി. കാരണം അദ്ദേഹത്തിന് മറ്റൊരാൾ നല്ലതുപോലെ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അസൂയയാണ്. അതിന് വ്യക്തമായ മറുപടി ഞാൻ ചിന്തിച്ച രീതിയിലും അദ്ദേഹം പ്രവർത്തിച്ചത് കണ്ട് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് ഞാനിവിടെ പറയാം. ഞാന് ഈ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ ഉടനെ ആദ്യം അങ്ങേരിട്ട ഒരു മറുപടിയാണ്, എന്ത് യോഗ്യതയാണുള്ളത് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ എന്ന്, എന്ത് യോഗ്യതയാണ് വേണ്ടത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കും. ഗുരു എവിടെയാണ് ഇന്ന സ്ഥാനങ്ങളിലിരിക്കാൻ ഇന്ന യോഗ്യത വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് അദ്ദേഹത്തിന്റെ അത്ര എന്നല്ല, നമ്മുടെ ചിലപ്പോൾ ഈ പരമ്പരയിൽ ഉള്ളതിൽ തന്നെ ആർക്കും ഉള്ളതത്ര എനിക്ക് പഠിപ്പോ പാണ്ഡിത്യമോ ഒന്നുമില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഓരോ കള്ളങ്ങളും, ഇത്രയും കാലം ഗുരുവിന്റെ അടുത്ത് നിന്നിട്ട് പോലും ഗുരു എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് മകേഷ് അണ്ണനെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നെ പറഞ്ഞത് കൊണ്ടല്ല, എന്നാലും ആ കാര്യം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഞാനൊരു ഗുരുവിശ്വാസി അല്ല. അദ്ദേഹം ഗുരുവിശ്വാസികളെ സമചിത്തതയോടെ കാണുന്ന ആളല്ലെന്നും ഞാൻ ഈ ഇതിലിരിക്കാൻ യോഗ്യതയില്ല എന്നും പറഞ്ഞു. രണ്ടാമത്, ഒരു വ്യക്തിയെ ഞാൻ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് ചെന്ന് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും ബലാത്കാരമായി അദ്ദേഹത്തിന്റെ പൈസയെല്ലാം വഞ്ചിച്ച് വാങ്ങിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? ഇദ്ദേഹത്തിന് അത് വിവരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതനുസരിച്ച് പറയുന്നതിനേക്കാളും നല്ലത് ഒരു പ്രാവശ്യം എന്നോട് വേണ്ട, എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് ആ വാക്കിടണമായിരുന്നു. അദ്ദേഹം ആരുടെയെങ്കിലും മുന്നിൽ, എന്റെ മുന്നിൽ പറയണ്ട, ആരുടെയെങ്കിലും മുന്നിൽ ഞാൻ വഞ്ചിച്ചത് എന്താണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറക്കിയിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞേക്കുന്നു, സതികുമാർ ലെറ്റർ അയച്ചത് കൊണ്ടല്ലെന്ന്. സതികുമാർ ലെറ്റർ അയച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ കൈപ്പറ്റാത്തതെന്നും അദ്ദേഹം ഓസ്കാർ അവാർഡിന് തുല്യമായ രീതിയിൽ അഭിനയ ശൈലിയുള്ള ആളാണെന്നും വെള്ളയും കൊടുത്ത ആൾക്കാരെ പറ്റിക്കുകയാണെന്നും എന്നൊക്കെ പറഞ്ഞ മകേഷ് അണ്ണൻ ഇപ്പൊ പറഞ്ഞേക്കുന്നു സതികുമാറിനെ അയച്ചത് കൊണ്ടല്ലെന്ന്. ഇതിൽ നിന്നൊക്കെ ഇദ്ദേഹം പറയുന്നതിന്റെ സമയം പച്ചോന്തിനെ പോലെ നിറം മാറുന്ന ഇദ്ദേഹം ഇനി എന്താണ് പറയാനുള്ളത്? എന്താണ് കള്ളം പറയാത്തത്? ഇദ്ദേഹത്തിനെ പറ്റി ഗുരു പറഞ്ഞതിനേക്കാളും ആരിൽ കൂടെ പ്രവചിച്ചാവ് പറഞ്ഞാലും ഗുരു പറഞ്ഞതല്ല ഇദ്ദേഹത്തെ പറ്റി. ഇതിൽ കൂടുതൽ മറ്റെന്താണ് ഒരു തെളിവ് വേണ്ടത്? മകേഷ് അണ്ണൻ ഒരു കാര്യം ചെയ്യണം, ദയവായി ഇനിയെങ്കിലും തന്നെത്താനെ ഒന്ന് നന്നാകാൻ ശ്രമിക്കും. മറ്റുള്ളവരെ നന്നാക്കിയെങ്കിലും തന്നെത്താനെ തന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. ഞാനൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇത്രയും എന്നെ പറയാൻ വെച്ചു. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, അത് മകേഷ് അണ്ണൻ എന്നെ കൊണ്ട് പറയിച്ചതാണ്. അതുപോലെ ഞാനൊരു ഗുരുവിശ്വാസിയാണോ ഇല്ലയോ എന്നുള്ളത് ഇദ്ദേഹം എങ്ങനെ തീരുമാനിക്കും? ഇദ്ദേഹം സ്വന്തം മകളുടെ പേര് ഗുരു ഇട്ട് കൊടുത്തന്നെ വെളിയിൽ കൊണ്ടുവച്ച് മാറ്റി എന്ന് ഞാൻ അറിഞ്ഞതാണ്, ഞാൻ കണ്ടതല്ല, ഞാൻ അറിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഗുരുവിനോടുള്ള വിശ്വാസം മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിച്ച് കാണിച്ചു കൊടുത്ത് എനിക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ വിശ്വാസം അത് എന്റേതാണ്. എന്റെ ഗുരുവിന് എന്നെ അറിയാം, എന്റെ വിശ്വാസത്തിനെ പറ്റി അറിയാം, എന്റെ കുടുംബത്തിനെ പറ്റി അറിയാമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം
എല്ലാ കാര്യങ്ങളിലും ഗുരുവിന്റെ കാരുണ്യം കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി അന്നും ഇന്നും വിശ്വസിക്കുന്നു. എനിക്ക് ഗുരുവിനോടുള്ള വിശ്വാസവും ഗുരുവിനോടുള്ള സ്നേഹവും കൊണ്ട് തന്നെയാണ് ഈ കന്യാകുമാരി കിടന്ന ഞാനെ പോത്തങ്കോട്ട് കൊണ്ടുവച്ച് എന്റെ മകളുടെ വിവാഹം നടത്തിയത്. അതും ഗുരുവിശ്വാസിയോ ഗുരുവിനെ പറ്റിയോ ആശ്രമ രീതിയെ പറ്റിയോ ഏതൊന്നും അറിവില്ലാത്ത ഒരു കുടുംബമാണ് എന്റെ മകളെ കല്യാണം കഴിച്ചത്. ഇന്ന് അവരെല്ലാം ഗുരുവിനെ പ്രാർത്ഥിച്ച്, അവരെല്ലാം എന്ന് പറഞ്ഞാൽ എന്റെ മകളും മരുമകനും കുഞ്ഞുങ്ങളും എല്ലാം ഗുരുവിനെ പ്രാർത്ഥിച്ചാണ് അവർ ജീവിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ മകനെ ഗുരു ഭസ്മമിട്ട് കൊടുത്ത പേര് തന്നെയാണ് ഞങ്ങൾ ഇന്നും വിളിക്കുന്നതും. ഇന്നും എല്ലാ ഇതിലും അവന്റെ പേര് അത് തന്നെയാണ്, കലാധരൻ. മഹേഷണ്ണന് മനസ്സിലാകണം ഇതൊക്കെ. അതുകൊണ്ട് മഹേഷണ്ണൻ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കണ്ട. മഹേഷണ്ണൻ ഈ ഗുരുവാണിയെ മാത്രം ദിവസം 2 പ്രാവശ്യം ഒന്ന് എടുത്തു വെച്ച് കേൾക്കണം. കേട്ടിട്ട് തനിയെ ഒന്ന് സ്വയമേ നന്നാകാൻ ശ്രമിക്കണം. അതിന്റെ കൂടെ ഈ കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ആകാതെ ഈ വെളിയിൽ അങ്ങേപ്പറ്റി എന്താണ് മറ്റുള്ളവരുടെ ചിന്ത, എന്താണ് പറയുന്നത് എന്നൊന്നും കൂടെ ഒന്ന് വെളിയിൽ അന്വേഷിക്കണം. ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇദ്ദേഹം പറയുന്നു സംഘടന വേറെ ഉണ്ടാക്കിയതിൽ ഇങ്ങേർക്കെന്തോ വലിയൊരു എന്തോ മാനവും ഒക്കെ അങ്ങ് തകർന്നിടിഞ്ഞു പോയെന്ന്. ആദ്യം തുടങ്ങിയത് ഇദ്ദേഹമല്ലേ തുടങ്ങിയത്? ഏത് രീതിയിലായാലും സംഘടന എന്ന് പറഞ്ഞിട്ട് ഗുരുമാർഗം പ്രകാശ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി ആദ്യമായിട്ട് സംഘടന തുടങ്ങിയത് ഇദ്ദേഹമല്ലേ? പിന്നെന്തിനാണ് മറ്റുള്ളവർ ഇപ്പൊ പറയുന്നത്? അത് തുടങ്ങാം, നമുക്ക് തുടങ്ങാമെന്ന് നിങ്ങളല്ലേ വന്ന് പുതിയൊരു സംഘടന തുടങ്ങാമെന്ന് പറഞ്ഞ് കന്യാകുമാരി വന്ന് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചത്. അതിലേക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കന്യാകുമാരി വന്നത്? മറന്നുപോയോ അതൊക്കെ? ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാലേ അത് മഹേഷണ്ണനും ശരിയാകില്ല, എനിക്കും ശരിയാകില്ല. ഞാൻ നിർത്തുന്നു. ഇനിയെങ്കിലും സ്വയമേ ഒന്ന് നന്നാകാൻ നോക്കും. ഒന്ന് സമയങ്ങളും പ്രായങ്ങളും പോയിരിക്കുന്ന ഈ ഇതിലെങ്കിലും ഇനി ഗുരുവിന്റെ ഒരു ഉത്തമ ശിഷ്യനായി ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ ഇത് കേട്ടില്ലേ? ഇതാണ് സതീകണ്ണിട്ടേക്കണ വോയിസ്. പക്ഷേ അതിൻ്റെ സകല നിജസ്ഥിതിയും ആ ഒരു വീട് വാടക കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല ഡീറ്റെയിൽസും അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ അവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കും. പക്ഷെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹം തന്നിരുന്നത് നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. കാരണം ആ വ്യക്തികളെ പറയാത്തതെന്ന് വെച്ചാൽ അവരെ തേജോബന്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. മഹേഷൻ്റെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ആരെക്കുറിച്ച് എന്ത് കേട്ടാലും വിളിച്ച് പറയും. പക്ഷെ നമ്മൾക്ക് ആ ഒരു മാനുഷിക വരികയാണ്. സതീകണ്ണൻ ആ അമ്മക്ക് കൊടുത്ത ഒരു വാക്ക്, ആ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ നാളേക്ക് എൻ്റെ കുടുംബത്തിനെ കുറിച്ച് അങ്ങനെ പുറത്തൊരു തെറ്റായി അറിയണ്ട, അതുകൊണ്ട് മോൻ ക്ഷമിച്ച് കളയാൻ, അതുകൊണ്ടാണ് മോനെ ഞാനിതെല്ലാം ക്ഷമിച്ചു പോകുന്നത് എന്ന് അമ്മ കരഞ്ഞ് പറഞ്ഞത് സതീകണ്ണൻ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെയും കുടുംബത്തെയും കുറിച്ചും അതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പുറത്ത് പറയാത്തത്. മനസ്സിലെ മറ്റൊന്നുമില്ല. മഹേഷനെ പോലെയല്ല, മറ്റുള്ള കുടുംബങ്ങളുടെ വിഷമം ആരെയും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രേമേന്ദ്ര വൈദ്യരെ കുറിച്ച്, തെറ്റിദ്ധരുത്താൻ നമുക്ക് ചിലപ്പോൾ പറ്റുന്നവരില്ല. അതുകൊണ്ട് ആ ഒരു മനോഭാവമല്ല സതീകണ്ണൻ്റെ. അപ്പം അത് മനസ്സിലാക്കാനുള്ള കഴിവ് മഹേഷനില്ലാതെ പോകും. അതാണ് മഹേഷന് പറ്റിയ തെറ്റ്. മഹേഷന് പറ്റിയ തെറ്റില്ല, പറ്റുന്ന തെറ്റുകളിൽ ഒരെണ്ണം. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പുറത്തു പോകേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കർമ്മദോഷം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഗുരുവിരുദ്ധത തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പുറത്തു പോകാനുള്ള കാരണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഘടനയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയവരെന്ന് പറഞ്ഞാൽ ശ്രീ ഗുരു രാജേഷ് നിശിദ്ധമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ട്, ക്രൂരമായിട്ട്, നിന്ദ്യമായിട്ട് വിമർശിച്ചാണ് ശ്രീ ഗുരു രാജേഷിന് എന്നെ കൊണ്ടും അത് പറയിപ്പിച്ചെന്നുള്ളതാണ്. ഇത് ഈ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ എന്താ പറയുക സംഘടനയിൽ നിന്ന് പുറത്താക്കി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാജേഷിനെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ അവാർഡിനെ കുറിച്ച്, അമ്മയുടെയും അച്ഛൻ്റെ അമ്പജാക്ഷി കുമാരൻ എന്ന് പറയുന്ന ആ അവാർഡിനെ കുറിച്ച്, ഗുരുപ്രഭാ പുരസ്കാരം വിമർശിച്ചതിൻ്റെ പേരിൽ രാജേഷ് സ്വന്തമായിട്ട് പുറത്തു പോവുകയും ചെയ്തു. രാജിവെച്ച് പുറത്തുപോയി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആൻഡ്രൂ സാറിനും ചേച്ചിനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മൃഗീയമായിട്ട് അപമാനിച്ചാണ് കന്യാകുമാരി വെച്ച്. ഞാൻ സാക്ഷിയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നിസ്സംഗ ജന്യം വളരെ മോശമായിട്ട് സംസാരിച്ചു. അത് പിന്നെ ജന്നി കേസ് കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ എത്തി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനസേവ സ്വാമി
വളരെ ക്രൂരമായിട്ട്, ഞാൻ സാക്ഷിയാണ്, കണ്ണൂർ വെച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് പുറത്താക്കി. അങ്ങനെ പിന്നെ ഷിബി സാറിന് അങ്ങനെ മഹേഷണ്ണൻ പുറത്താക്കിയെന്ന് വെച്ചാൽ വളരെ എന്നുവെച്ചാൽ ഈ മറ്റുള്ളവരെ വ്യക്തിഗത ചെയ്യുമ്പോൾ മഹേഷണ്ണൻ അതിന്റെ വിഷമം മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് വ്യക്തിഗത്തെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇദ്ദേഹം സ്വയം ഇപ്പൊ ഇരന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങിയ സംഘടന രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ടും ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും നേരിടാനുള്ള ഒരു പവർ കൂടി ഉണ്ടാക്കണം. വേണ്ടേ? ഇന്ന് വരെ അദ്ദേഹം പുറത്ത് ഗുരുമാർഗം പ്രകാശം എന്ന് പുറത്തു പോയിട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല. 5 മിനിറ്റ് പ്രാർത്ഥിച്ച 5 മണിക്കൂർ കുറ്റം പറയാൻ പറ്റുള്ളൂ. അതൊക്കെ നിർത്തി ആ ഗുരുവാണി ശ്രമിച്ചിട്ട് മഹേശ്വരൻ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ താങ്കൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഗുരുവാണി ശ്രമിച്ചിട്ട് താങ്കൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ആ തെറ്റ് തിരുത്തി ജീവിക്കാൻ ശ്രമിക്കും. ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തെറ്റ് തിരുത്തി സ്വയം ജീവിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ പേരിൽ അനാവശ്യമായ ഈ കള്ളാരോപണങ്ങളെല്ലാം നിർത്തി താങ്കൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആദ്യം പഠിക്കും. എന്നിട്ട് ഈ പറയുന്ന പ്രവർത്തനത്തിൽ ഗുരുവിന്റെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. താങ്കൾ നിന്ന സമയത്ത് താങ്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം ഒരു അവസരം കിട്ടി, താങ്കൾ അത് കളഞ്ഞു കുളിച്ചു. രണ്ടാമത് കിട്ടിയ അവസരവും താങ്കൾ അത് കളഞ്ഞു കുളിച്ചു. അപ്പൊ ഇനിയെങ്കിലും ഈ തെറ്റുകളെല്ലാം ഗുരു പറഞ്ഞ ഗുരുവാണിയെ അനുസ്മരിച്ച് അതിലെന്താണോ ഗുരു പറഞ്ഞിരിക്കുന്നത് അത് ജീവിത പാഠമാക്കിയിട്ട് തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇനി മഹേശ്വരനുള്ള ഒരു മറുപടിയായിട്ട് വരില്ല. ഇതോടുകൂടി മഹേശ്വരനുള്ള മറുപടി നിർത്തിയാണ്. കാരണം വെച്ചാൽ അതിനുള്ള സമയമില്ല. അതാണ് കാര്യം. മഹേശ്വരന് ഇഷ്ടംപോലെ പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളുടെ വഴിയിൽ ഒരു വള്ളിയായിട്ട് വന്ന് കിടക്കരുത്. താങ്കൾ പ്രവർത്തിച്ചു ആർക്ക് വേണ്ടി, പക്ഷേ ഇതേപോലെ വാട്സാപ്പ് സന്ദേശങ്ങൾ ഇനി വ്യക്തമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സർവീസ്